ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ കഴിഞ്ഞ സന്ധ്യകളിൽ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തെ അധികരിച്ചാണ് നമ്മൾ ചില ചിന്തകൾ ചെയ്തു തുടങ്ങിയത്. അധികാഴത്തിൽ പോയിട്ടില്ല. സാമാന്യമായി നിരൂപണത്തിന് സഹായിക്കുന്ന രീതിയിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിലവസാനം നമ്മൾ ശ്രദ്ധിച്ച ഭാഗം സംഘമൊഴിഞ്ഞവനും അതുകൊണ്ട് തന്നെ മുക്തനും ജ്ഞാനത്തിൽ ഉറച്ചു വർത്തിക്കുന്നവനും ആയ ആള് യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ആചരിക്കുന്നവൻ്റെ സർവകർമ്മവും പൂർണ്ണമായും സമഗ്രമായും വിലയിക്കുന്നു. ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. താത്പര്യം സംഘമൊഴിഞ്ഞ യജ്ഞത്തിനായിക്കൊണ്ട് ആചരിക്കുന്ന ആളുടെ കർമ്മം തീർത്തും വിലയിക്കുന്നു. അയാളുടെ കേവലവർത്തനം, അയാളുടെ ജീവിതം, എന്തിനേറെ അയാളുടെ ശ്വാസോച്ഛ്വാസം പോലും യജ്ഞമാണ്, യജ്ഞമയമാണ്. ഈ വിഷയത്തെ കൂടുതൽ ബോധിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം. നോക്കൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഃ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മ ഏവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ശ്ലോകമാണ്. സർവത്തിലും ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ച ഒരു വിജ്ഞാനിയുടെ സഹജമായ സ്വരൂപസ്ഥിതിയെ ബോധിപ്പിക്കുന്ന ശ്ലോകമാണ്. ആദ്യം പറയുകയാണ് ബ്രഹ്മ അർപ്പണം.
അർപ്പണം ബ്രഹ്മമാണ്. അർപ്പണം എന്ന് പറയുമ്പോൾ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അഗ്നിയിൽ വിശിഷ്ടങ്ങളായ ദ്രവ്യങ്ങൾ, ഹവിസ്സുകൾ അർപ്പിക്കുക എന്നുള്ളത്. ആ അർപ്പിക്കുന്ന ക്രിയ, അതാണ് അർപ്പണം. നമുക്ക് വിശദമായി ചിന്തിക്കാം. തുടക്കത്തിൽ പദാർത്ഥം മാത്രം പറയട്ടെ. ഇപ്പം തുടക്കത്തിൽ പറയുകയാണ് അർപ്പണം ബ്രഹ്മമാണ്. പിന്നെ ഹവിഹി ബ്രഹ്മ, ഹവിസ് ബ്രഹ്മമാണ്. ബ്രഹ്മഹവി. എവിടെയാ ഈ ഹവിസ് അർപ്പിക്കുന്നത്? ബ്രഹ്മാഗ്നൗ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ. ആരാലാണ് അർപ്പിക്കപ്പെടുന്നത്? ബ്രഹ്മണാഹുതം, ബ്രഹ്മത്താൽ തന്നെ അർപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രാപിക്കേണ്ടത് എന്താണ്? ബ്രഹ്മൈവ തേന ഗന്തവ്യം. തേന, അതിനെക്കൊണ്ട് ബ്രഹ്മം തന്നെയാകുന്നു ഗന്തവ്യം. ഗന്തവ്യം, ഗമിക്കപ്പെടേണ്ടത്, പോയി പ്രാപിക്കേണ്ടുന്നത്. എങ്ങനെയാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നത്? ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മകർമ്മ സമാധിയാൽ. ഇത് നമ്മൾ കേവലം വാച്യാർത്ഥം ചിന്തിക്കുന്ന സമയത്ത് വളരെ ഇതെന്താപ്പത്, ഒരു ബന്ധമില്ലാത്ത കുറേ വാക്യങ്ങളാണല്ലോ ഈ പറഞ്ഞത് എന്ന് തോന്നും. അഥവാ ഇത് മനസ്സിലാക്കാൻ വളരെ വിഷമമുണ്ടല്ലോ എന്ന് തോന്നും. ഇനി അർത്ഥമൊന്നും ചിന്തിക്കണില്ലാച്ചാ ഇത് പ്രസിദ്ധമായ ശ്ലോകമാണേനും. പ്രത്യേകിച്ചും ഈ സന്യാസാശ്രമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് പൊതുവെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു കൈ കഴുകിയിരുന്ന മട്ടുണ്ടാവും. അതെ, കാരണം 99.9% സന്യാസാശ്രമങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ബ്രഹ്മാർപ്പണം ചൊല്ലിയിട്ടാണ് ആചമനം ചെയ്യുന്നത്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ചിലപ്പോൾ ചിലർ ഭോജന മന്ത്രം എന്ന് വരെ ഇതിന് പറയും. ഭോജനമായിട്ടൊരു ബന്ധവും ഇതിനില്ല. ഭക്ഷണം കഴിക്കുന്നതായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. പിന്നെ എങ്ങനെ സമയത്ത് ആശ്രമങ്ങളിലൊക്കെ അങ്ങനെ വന്നത്? ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു യജ്ഞമാണ്. ഉദരാഗ്നിയിൽ, വൈശ്വാനരാഗ്നിയിൽ ഹവിരർപ്പണം ചെയ്യുന്ന ഒരു മഹായജ്ഞമാണ് ഭക്ഷണം കഴിക്കൽ. യജ്ഞഭാവനയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ക്രിയകളും യജ്ഞങ്ങളാണ്. യജ്ഞഭാവന ഉറച്ച ആൾക്ക് യജ്ഞഭിന്നമായിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതും യജ്ഞം തന്നെ. അപ്പോൾ ഒരു യജ്ഞമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് കൊണ്ട് എപ്രകാരമാണോ യജ്ഞകുണ്ഡം ഹോമാരംഭത്തിന് മുമ്പായി നമ്മൾ അതിന് ദർഭ കൊണ്ട് പരിധി നിർണയിക്കുന്നത്, അതുപോലെ വെള്ളം കൊണ്ട് പരിധി നിർണയിച്ചു. ആ പരിധിക്കുള്ളിലുള്ള യജ്ഞകുണ്ഡം, ഹവിസ് തയ്യാറാക്കുന്ന സ്ഥലം, അവിടുന്ന് നമ്മുടെ വയറാകുന്ന യജ്ഞകുണ്ഡത്തിലേക്ക്, ഹോമകുണ്ഡത്തിലേക്ക്, അവിടെ ജ്വലിക്കുന്ന ഔദര്യ അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കുകയാണ്. ആ ഹവിസ് അർപ്പിച്ച് തുടങ്ങുമ്പോൾ
ഒരു യജ്ഞഭാവന നമ്മളിൽ ഉദ്ദീപ്തമാകാൻ വേണ്ടി ചില മന്ത്രങ്ങളെയൊക്കെ ചൊല്ലി ഈ ബ്രഹ്മാർപ്പണം തുടങ്ങിയ മന്ത്രമൊക്കെ ചൊല്ലി പിന്നീട് പഞ്ചപ്രാണാഹുതികളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു. അതൊരു യജ്ഞമായി തീർന്നു. യജ്ഞഭാവന വന്നപ്പോൾ അത് യജ്ഞമായി തീർന്നു. ചിന്തിക്കുക. അല്ലാതെ നേരിട്ട് അതിന് യജ്ഞമായിട്ട് ഭക്ഷണമായിട്ട് ബന്ധമില്ല. മറിച്ച് ശ്ലോകത്തിൻ്റെ താത്പര്യം ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് സർവം യജ്ഞമാണ്. അയാൾക്ക് മറ്റൊരു യജ്ഞം ചെയ്യേണ്ടതില്ല. എപ്രകാരമാണോ സൂര്യന് സന്ധ്യയില്ലാത്തത്, സൂര്യന് സന്ധ്യയില്ല. സൂര്യൻ ഹേതുവായി നമുക്ക് സന്ധ്യ ഉണ്ടാവട്ടെ. പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും നമുക്ക് സൂര്യൻ ഹേതുവായി ഉണ്ടാവട്ടെ. പക്ഷെ സൂര്യന് സന്ധ്യയില്ല. അതുപോലെ ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ച ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് ഒരുവിധ യജ്ഞവും തന്നെ കർത്തവ്യമായിട്ടില്ല. അയാൾ സർവകർമ്മ ബാഹ്യനാണ്, സർവകർമ്മങ്ങൾക്കും ഉപരിയാണ്. ഈ ഒരു തത്വത്തെയാണ് അർപ്പണം ബ്രഹ്മ, ഹവിഹി ബ്രഹ്മ, അഗ്നിഹി ബ്രഹ്മ, ഹോത ബ്രഹ്മ, ഗന്തവ്യം ബ്രഹ്മ, മാർഗം ബ്രഹ്മ എന്നുപദേശിക്കണം. ഇപ്പം സാധാരണഗതിയിൽ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി വിശിഷ്ടങ്ങളായ ഹവിസുകളെ, ആജ്യങ്ങളെ അഗ്നിയിൽ ഹോമിക്കുന്നു, അർപ്പിക്കുന്നു. ആ അർപ്പണം എന്ന് പറഞ്ഞ ക്രിയ, അതിന് വിധിവിധാനങ്ങളുണ്ട്. അത് ശരിക്കും ഗുരുനാഥൻ്റെ അരികിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടുന്നതാണ്. ഹോമകുണ്ഡം ശരിയായ രീതിയിൽ തയ്യാറാക്കി, അഗ്നി ഒരു പ്രത്യേക രീതിയിൽ ജ്വലിച്ച്, അഗ്നിയുടെ നാവുകളെ തിരിച്ചറിഞ്ഞ് ഏത് നാവിന് ഏത് ആഹുതിയാണോ നൽകേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് വേണം അർപ്പിക്കാൻ. കാളി, കരാളി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വരുചി തുടങ്ങിയിട്ടുള്ള അഗ്നിയുടെ നാവുകളുണ്ട്. ആ നാവുകൾ ശരിക്കും മനസ്സിലാക്കി ഓരോ നാവിനും വേണ്ടത് വേണം കൊടുക്കാൻ. എല്ലാ നാവിനും ഒന്നല്ല കൊടുക്കുക. അപ്പം അർപ്പണം എന്ന് പറഞ്ഞ ക്രിയ അത് വിശിഷ്ടമാണ്. ഇവിടെ അർപ്പണം ബ്രഹ്മഭിന്നമല്ല, അർപ്പണം ബ്രഹ്മമാണ്. ബ്രഹ്മഭിന്നമായിട്ടൊരു അർപ്പണം ഇല്ല. അതുകൊണ്ട് പറയുകയാണ് അർപ്പണം ബ്രഹ്മമാണ്. ബ്രഹ്മാർപ്പണം. ഹവിസോ, ഇപ്പം യാഗവിശേഷങ്ങളിൽ വ്യത്യസ്തങ്ങളായ യാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ യജ്ഞങ്ങളിൽ ഹവിസിന് വ്യത്യാസമുണ്ട്. ഹവിസ് അടിസ്ഥാനപരമായി തയ്യാറാക്കുന്ന വസ്തു തണ്ടുലം, അരിയാണെങ്കിൽ പോലും അതിൻ്റെ പാകത്തിന് വ്യത്യാസമുണ്ട്, അതിൽ ചേർക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ യജ്ഞത്തിനും എങ്ങനെയാണ് ഹവിസ് തയ്യാറാക്കുന്നത് എന്നത് വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടെ ഹവിസ് ബ്രഹ്മമാണ്. ബ്രഹ്മഭിന്നമായിട്ടൊരു ഹവിസില്ല. ഈ ഹവിസ് ഹോമിക്കുന്നത് അഗ്നിയിലാണ്, അർപ്പിക്കുന്നത് അഗ്നിയിലേക്കാണ്. അഗ്നി അർച്ചകനിൽ നിന്ന് വ്യത്യസ്തമാണ്, ഹവിസിൽ നിന്ന് വ്യത്യസ്തമാണ്.
എന്നാൽ ഇവിടെ പറയുകയാണ് അഗ്നി ബ്രഹ്മം തന്നെ. ബ്രഹ്മാഗ്നൗ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ആരാണ് ഹോമിക്കുന്നത്? ആരാൽ ഹുതമാകുന്നു? ബ്രഹ്മണാഹുതം, ബ്രഹ്മത്താൽ ഹോമിക്കപ്പെടുന്നു. ഹോമിക്കുന്നവനും ബ്രഹ്മം തന്നെ, ഹോമിക്കപ്പെടുന്നതും ബ്രഹ്മം തന്നെ. ഹോമിക്കുന്നതും ബ്രഹ്മം തന്നെ. അതിനെ കൊണ്ട് പ്രാപിക്കുന്നതോ ബ്രഹ്മൈവ തേന ഗന്തവ്യം. തേന, അതിനെക്കൊണ്ട്, ആ അർപ്പണത്തെ കൊണ്ട് ഗന്തവ്യമായിരിക്കുന്നത്, ചെന്ന് പ്രാപിക്കേണ്ടുന്നത് ബ്രഹ്മത്തെ തന്നെ. പ്രാപ്യസ്ഥാനവും ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മമാകുന്ന പ്രാപ്യസ്ഥാനത്തെ പ്രാപിക്കുന്നതോ അതിനേത് മാർഗം? ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മകർമ്മം സമാധിയാൽ. കർമ്മസമാധി, അതും ബ്രഹ്മം തന്നെ. ശ്രദ്ധാപൂർവമായ പരമശ്രദ്ധായുക്തമായ കർമ്മത്തിലൂടെ സമാഹിതമായി, അന്ധകരണം സമാഹിതമായി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എങ്കിൽ ഇവിടെ അതും ബ്രഹ്മം തന്നെ. താത്പര്യം, ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ച ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് ബ്രഹ്മ ഭിന്നമായിട്ടൊന്നില്ല. വേദം ശങ്കയില്ലാതെ പ്രഖ്യാപിക്കും, സർവം ഖലു ഇദം ബ്രഹ്മ. ഖലു, നിശ്ചയമായും, ഇദം സർവം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ്. സർവം ഹേതത് ബ്രഹ്മ, ഹി നിശ്ചയമായും, ഏതത് ബ്രഹ്മ, ഇത് ബ്രഹ്മമാകുന്നു. പുരുഷയേവ ഇദം സർവം, ഇതെല്ലാം പൂർണ്ണനാകുന്നു. ആത്മൈവേദം സർവം, ഇതെല്ലാം ആത്മാവാകുന്നു. താത്പര്യം, ഈ കാണപ്പെടുന്ന വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം കേവലം പ്രകടനത്തിൽ മാത്രമേയുള്ളൂ. വാചാരംഭണം വികാരോ നാമധേയം. വാക്കിനാൽ ആരംഭിക്കപ്പെടുന്ന വൈവിധ്യങ്ങളുണ്ടല്ലോ, ഈ വികാരം, ഇതെല്ലാം വെറും വാക്ക് മാത്രം. ഈ കാണപ്പെടുന്ന വൈവിധ്യങ്ങൾ മുഴുവൻ വെറും വാക്കിനാൽ ആരംഭിക്കപ്പെടുന്നത് മാത്രം. വസ്തുതത്വമേകം. ആ വസ്തുതത്വം ഏകമെന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് തദ്ഭിന്നമായിട്ടൊന്നില്ല. അവിടെ അർപ്പണവും ബ്രഹ്മം, അഗ്നിയും ബ്രഹ്മം, ഹവിസും ബ്രഹ്മം, ലക്ഷ്യവും ബ്രഹ്മം, മാർഗവും ബ്രഹ്മം, ഹോതാവും ബ്രഹ്മം. ബ്രഹ്മ ഭിന്നമായിട്ടൊന്നില്ല. ഈയൊരു ദൃഷ്ടി ഏതൊരു മഹാനുഭാവനിൽ ഉറച്ചിരിക്കുന്നുവോ അയാളെ സംബന്ധിച്ച് കർത്തവ്യമായൊരു കർമ്മവും ശേഷിക്കുന്നില്ല. എവിടെ പ്രാപിക്കേണ്ടവനും പ്രാപിക്കപ്പെടേണ്ടതുമുണ്ടോ അവിടെയേ പ്രാപ്തിക്രിയയുള്ളൂ. ഗന്ധാവും ഗന്തവ്യവും ഉണ്ടെങ്കിൽ ഗമനമുണ്ട്. ചിന്തിക്കുക. സർവം ബ്രഹ്മമെന്ന ബോധത്തിൽ എല്ലാ ക്രിയകളും കൊഴിഞ്ഞു പോകുന്നു. പാരമാർത്ഥികമായ സന്യാസത്തിൽ ആ വിജ്ഞാനി വിരാജിക്കുന്നു. ആ വിജ്ഞാനി പാരമാർത്ഥിക സന്യാസത്തിൽ വിരാജിക്കുന്നു. ഇതാണിവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടൊരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ആത്മഭിന്നമായ അർപ്പണമില്ല, ആത്മഭിന്നമായ ഹവിസില്ല,
ആത്മഭിന്നമായ അഗ്നിയില്ല, ആത്മഭിന്നമായി ക്രിയയില്ല, ലക്ഷ്യമില്ല, മാർഗമില്ല. എല്ലാം ആത്മാവ് തന്നെ. സർവം യദയമാത്മാ, ഇതെല്ലാം ആത്മാവ് തന്നെ. അവിടെ കർത്താവ്, ക്രിയ, കർമ്മം തുടങ്ങിയ ഭേദങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. ഇത് സാമാന്യ ലൗകിക തലത്തിൽ പറയേണ്ടുന്ന ഒരു വിഷയമേ അല്ല. ഇത് ആത്മസംവേദ്യമായ, സ്വസംവേദ്യമായ അനുഭൂതി വിശേഷമാണ്. സർവത്തിലും ഏകദൃഷ്ടി ഉറച്ച വിജ്ഞാനിയുടെ സഹജസ്ഥിതിയാണ്. ഈ സഹജസ്ഥിതിയിൽ ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. അയാൾക്ക് ആത്മഭിന്നമായൊരു കർമ്മം ചെയ്യേണ്ടതില്ല. സാന്ദർഭികമായി ഇന്നലെ നമ്മൾ ചിന്തിച്ചു, സദാ ചിദാദിത്യൻ ജ്വലിക്കുമ്പോൾ ഉദയാസ്തമയങ്ങളില്ലെന്ന്. ഉദയാസ്തമയങ്ങളില്ലാത്ത ആൾക്ക് സന്ധ്യയില്ലെന്ന്, സന്ധ്യയില്ലാത്ത ആൾക്ക് സന്ധ്യാവന്ദനാദികളില്ലെന്ന്. അയാൾ സർവകർമ്മബാഹ്യനായി ആത്മാരാമനായി കൃതാർത്ഥനായിരിക്കുന്നു. നോക്കൂ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ. ഇവിടെയാണ് ചോദ്യം. ഈ ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ചവർ ഈ ലോകത്തിൽ എത്ര കാണും? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാൾ ജ്ഞാനത്തിനായിക്കൊണ്ട് പരിശ്രമിക്കും. അങ്ങനെ ജ്ഞാനത്തിന് പരിശ്രമിക്കുന്ന ജിജ്ഞാസുക്കൾ ആയിരക്കണക്കിന് പേരിൽ ഒരാൾ തത്വവിജ്ഞാനിയായി തീരും. താത്പര്യം, അനേക ലക്ഷം പേരിൽ ഒരാളാണ് ഈ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനസാമാന്യത്തെ സംബന്ധിച്ച് ഈ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? ശരി, ഉയർന്ന ലക്ഷ്യത്തെ അനുസന്ധാനം ചെയ്യുന്നത് നല്ലത് തന്നെ. ഉയർന്ന ലക്ഷ്യത്തിൽ നിന്ന് അണു വ്യതിചലിക്കാതെ ആ ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്നത് നല്ലത് തന്നെ. എങ്കിലും എന്ത് പ്രയോജനം? ചോദ്യം വരുന്നു. ഈ ചോദ്യത്തിനാണ് മറുപടി, പലതരത്തിൽപ്പെട്ട യജ്ഞങ്ങളുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച ബ്രഹ്മാത്മദൃഷ്ടി ഉറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യജ്ഞം കർത്തവ്യമായിട്ടില്ല. എന്നാൽ യജ്ഞം കർത്തവ്യമായിരിക്കുന്ന പല തലങ്ങളുണ്ട്. അനേകവിധ യജ്ഞങ്ങളുണ്ട്. ആ അനേകവിധങ്ങളായ യജ്ഞങ്ങൾ വേണ്ടതുപോലെ നമ്മൾ പരിചയപ്പെടണം. ഏതാണോ തനിക്ക് അനുയോജ്യമായത് അതിൽ താൻ പ്രവർത്തിക്കണം. തനിക്ക് അനുയോജ്യമായ യജ്ഞത്തിൽ താൻ പ്രവർത്തിക്കണം. ഭഗവത്ഗീത കേവലം വേദാന്തസാരമല്ല, സമസ്ത വേദസാരമാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യപൂർണങ്ങളായ പലവിധ യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവത്ഗീത സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം വ്യത്യസ്തങ്ങളായ യജ്ഞങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അതാണ് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത്.
പലതരത്തിൽപ്പെട്ട യജ്ഞങ്ങളെ ഇവിടെ പറയും. എല്ലാവരും എല്ലാം ചെയ്യണ്ട, എല്ലാവരും എല്ലാം ചെയ്യുന്നുമില്ല. മറിച്ച് അവനവന് യുക്തമായതേതോ, അവനവൻ്റെ തലത്തിൽ സ്വീകാര്യമായതേതോ അത് അവനവന് സ്വീകരിക്കാം. അങ്ങനെ സമൂഹത്തിൽ വ്യത്യസ്ത ഗുണഘടനകളോട്, വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളോട്, വ്യത്യസ്ത ബൗദ്ധിക തലത്തിൽ വിരാജിക്കുന്നവർക്ക് വേണ്ടി വൈവിധ്യപൂർണങ്ങളായ യജ്ഞങ്ങളെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അവയെ സാമാന്യമൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഭഗവാൻ തുടർന്ന് ചെയ്യുന്നത്. അത് തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടരാം, ഏതൊക്കെ തരം യജ്ഞങ്ങൾ എന്നുള്ളത്. ഇപ്പം തൽക്കാലം ഈ ഭാഷണം കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കുകയാണ്. നമ്മൾ ഇന്ന് മകരസംക്രാന്തി, മകരവിളക്ക് ശ്രദ്ധയോടെ ഭക്തിയോടെ പരമാവധി ഗൃഹങ്ങളിലും നമുക്ക് സാധിക്കുന്ന പ്രദേശങ്ങളിലും ജ്യോതി തെളിയിക്കണമെന്നുള്ള നിശ്ചയം ഉണ്ടായിരുന്നു. അത് പരമാവധി സമൂഹത്തിൽ അറിയിച്ചിട്ടുണ്ട്. സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ഒരു യജ്ഞത്തിന് പങ്കെടുക്കുന്നവർക്ക് അവരവരുടെ വീട്ടിൽ ഇപ്പോൾ ജ്വലിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ ഇപ്പോൾ ജ്യോതി ജ്വലിപ്പിക്കും. എല്ലാവരും കൂടി എഴുന്നേറ്റ് പോയി ജ്വലിപ്പിക്കാൻ പോയാൽ പ്രശ്നമാവും. അതുകൊണ്ട് കുറച്ച് പേര് നമുക്ക് വേണ്ടി ജ്വലിപ്പിക്കുന്നുണ്ടാവും. ബാക്കി എല്ലാവരും ശ്രദ്ധയോടുകൂടി നമ്മളതിൽ പങ്കാളികളാണ് എന്ന നിലയ്ക്ക് സ്വസ്ഥാനത്ത് ശ്രദ്ധയോടുകൂടി മനസ്സിൽ ജപത്തോടുകൂടി ഇരിക്കുക. സ്വാമിയേ 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 ഹരിഹരസുതനേ മോഹിനി സുതനേ മോഹനരൂപനേ മായാമയനേ സത്യസ്വരൂപനേ നിത്യബ്രഹ്മചാരിയേ മായാമയനേ മായയിൽ വന്ന് പിറന്നവനേ പരാൽപരനേ പരം ജ്യോതിയേ ശ്രീധർമ്മശാസ്താവേ സ്വാമിയേ 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 അയ്യപ്പോ സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം ഭഗവാനേ ഭഗവതിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം സ്വാമി ശരണം ഭഗവാനേ ഭഗവതിയേ സത്യസ്വരൂപ നിത്യാനന്ദ നമിയേ. ഇന്നലത്തെ പ്രഭാഷണത്തിൽ ബ്രാക്കറ്റിൽ 13-ാം തീയതി സ്വാമിജി സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല. സ്നേഹിക്കണമെന്നേ പറയുള്ളൂ, എപ്പോഴും സ്നേഹം വേണമെന്നേ പറയുള്ളൂ, വേറൊന്നും പറയാറില്ല. സ്നിഗ്ധ സ്വഭാവമുള്ളത് എണ്ണമെഴുക്ക് പോലെ വഴുതി പോകുന്നത് എന്നല്ലേ സ്നേഹം എന്ന പദത്തിൻ്റെ അർത്ഥം. അത് തീർത്തും ശരിയാണ് താനും. എണ്ണമെഴുക്ക് പോലെ വഴുതിപ്പോകുന്നത് നല്ല സ്നേഹത്തിൻ്റെ അർത്ഥം എണ്ണ തന്നെയാണ്. എണ്ണമെഴുക്ക് തന്നെ പോലെയുള്ളതല്ല.
സ്നേഹം സ്നേഹ് സംഘാതേ പിണ്ഡീകരണേ എന്നൊക്കെയാണ്. അപ്പം സ്നേഹ് ധാതു സംഘാതേ കൂട്ടിച്ചേർക്കുന്ന, പിണ്ഡീകരണം കൂട്ടമാക്കി തീർക്കുന്ന, ഒരു പിണ്ഡമാക്കി തീർക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ഇതിനനുസൃതമായിട്ട് താർക്കികന്മാർ സ്നേഹശബ്ദത്തിന് നിർവചനം കൊടുക്കുക പദാർത്ഥ വിജ്ഞാനീയത്തിൽ, വൈശേഷികത്തിൽ പിണ്ഡീകരണ ഹേതു എന്നാണ്. പിണ്ഡീകരണ ഹേതുവാണ് സ്നേഹം. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് പിണ്ഡമല്ലാത്ത ഒരു വസ്തുവെ സങ്കല്പിക്കാം. ധാന്യത്തിൻ്റെ പൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, എന്തോ പൊടിയാവട്ടെ, ഒന്ന് ഊതിയാൽ പറക്കും, ഒരു ബന്ധവും ഇല്ല. അപ്പം അതിനെ പിണ്ഡമാക്കി തീർക്കുന്നത് എന്തോ അതാണ് സ്നേഹം. അതിൽ കുറേ എണ്ണ ഒഴിച്ചു, അതൊരു പിണ്ഡമാകും. അല്ലെങ്കിൽ നെയ്യൊഴിച്ചു, പിണ്ഡമാകും. വെള്ളമൊഴിച്ചു, പിണ്ഡമാകും. ഇങ്ങനെ പിണ്ഡമാക്കി തീർക്കുന്നതാണ് സ്നേഹം. ഇതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വ്യക്തികളെ, പലരായി പലതായിരിക്കുന്ന നമ്മളെ ഒന്നായി ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്തോ അതാണ് സ്നേഹം. ഒന്നിലധികം ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ ചേർക്കുന്നതാണ് സ്നേഹം. തീർച്ചയായിട്ടും സ്നേഹം വേണം. സ്നേഹമാണ് സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. വ്യക്തികൾ സമാജമായി ഉരുത്തിരിയുന്നത് സ്നേഹത്താലാണ്. ലോകം മുഴുവൻ കാണുന്നതും ഈയുള്ളവൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഇതുവരെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കെ സ്നേഹം ഇത്രയധികം മഹത്വമുള്ളതാകുന്നത് എങ്ങനെ? സ്നേഹത്തിന് മഹത്വമുണ്ട്. സ്നേഹത്തിനേ മഹത്വമുള്ളൂ. സ്നേഹം പോലെ ശക്തമായൊരു കൂട്ടിച്ചേർക്കുന്നതും ആയുധവും മറ്റൊന്നില്ല. സ്നേഹത്തെ പോലെ വലിയൊരു ആയുധം ലോകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, നമ്മൾ പലപ്പോഴും സ്നേഹം എന്ന് വിചാരിക്കുന്നത് ഒന്നുകിൽ സംഘത്തെയാണ്, അല്ലെങ്കിൽ കാമത്തെയാണ്. കാമം, സംഘം ഇവയെ നമ്മൾ സ്നേഹമായി തെറ്റിദ്ധരിക്കുന്നു. അവിടെയാണ് കുഴപ്പം. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ അനുഭവ വിശേഷം വരുന്നത്. ഒരിക്കലും കാമം സ്നേഹമല്ല, സ്നേഹമൊട്ട് കാമവുമല്ല. സ്നേഹം സംഘമല്ല, സംഘം സ്നേഹമല്ല. സ്നേഹം സ്നേഹമാണ്. അപരിമിതമായ സ്നേഹം, അളവറ്റ സ്നേഹം. ഒരിക്കലും അത് സംഘമോ കാമമോ അല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കാമത്തെയാണ് സ്നേഹമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സംഘമില്ലായ്മയെ സ്നേഹമില്ലായ്മ എന്ന് ധരിക്കുന്നു. അവിടെയാണ് കുഴപ്പം. ഇവ ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കണം. സ്നേഹം ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹം മനസ്സിലെ ഒരു ചീത്ത വികാരമാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അങ്ങനെ പറയാൻ വയ്യ. സ്നേഹം ഏറ്റവും നല്ലതാണ്, സ്നേഹം ഏറ്റവും ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. നിഷ്കാമമായി കർമ്മം ചെയ്യുക എന്നത് ഒരു സാധാരണ ലൗകികന് സാധ്യമാണോ? സാധ്യമാണ്. അതുകൊണ്ടാണല്ലോ നിഷ്കാമമായി കർമ്മം ചെയ്യാൻ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. എന്നാൽ എളുപ്പമല്ല, അതികഠിനമാണ്. അതികഠിനമാണ്. പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് അസാധ്യം തന്നെയല്ലേ? അസാധ്യമല്ല, ദുസ്സാധ്യമാണ്. അസാധ്യമല്ല, ദുസ്സാധ്യമാണ്. വളരെ പ്രയാസമാണ്, എളുപ്പമൊന്നുമല്ല. പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അറിയാതെ അതിനോട് ചേർന്ന് കാമം വരും. അപ്പം പിന്നെ ഈ നിഷ്കാമമായി കർമ്മം ചെയ്യുക എന്ന കർമ്മയോഗത്തെ
നേടിയെടുക്കാൻ എന്താണ് ഉപായം? അത് അസാധ്യമോ ദുസ്സാധ്യമോ ആണെങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അവിടെ മറുപടി, ഈ കർമ്മയോഗത്തെ, അതായത് ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള വലിയൊരു ഉപായമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ, വിശേഷിച്ചും ശ്രീമദ് ഭഗവത്ഗീത, ഈശ്വരാരാധനാപരമായി കർമ്മം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക, ഈശ്വര പൂജയായി കർമ്മം ചെയ്യുക. അത് സാധിക്കും. എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ ഭഗവാന്റെ പൂജയായിട്ട് ഇതാ ചെയ്യുന്നു. ഈശ്വര പൂജയാണ്, ഈശ്വര അർപ്പണമാണെന്ന ഭാവന വരുമ്പോൾ സ്വാഭാവികമായി സകാമഭാവമൊഴിയും, സ്വാഭാവികമായി സംഘമൊഴിയും. അതുകൊണ്ട് ഈശ്വര ആരാധന എന്ന നിലയ്ക്ക് കർമ്മം ചെയ്യുന്നതിലൂടെ കർമ്മയോഗത്തെ നേടിയെടുക്കാം. ഇനി അഥവാ ഒരുവൻ അങ്ങനെ മമതയില്ലാതെ കർമ്മം ചെയ്യുന്നു എന്നിരിക്കട്ടെ, അയാളൊരു സമൂഹജീവി ആയിരിക്കെ ചുറ്റുമുള്ളവർക്ക് അയാളോട് സംഘമുണ്ടാവുമല്ലോ. ചുറ്റുമുള്ളവർക്ക് അയാളോട് സംഘം ഉണ്ടാവാം. അത് അവരവരുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ടാണ്. അപ്പോൾ അത് തിരിച്ചു നൽകാൻ അയാൾ നിർബന്ധിതനാവില്ലേ? ഇല്ല. അയാൾക്ക് അങ്ങോട്ട് സംഘമല്ല ഉണ്ടാവുക, അയാൾക്ക് സ്നേഹം ഉണ്ടാവുക. അയാളോട് പലർക്കും വിരോധം ഉണ്ടാവാം, അയാൾക്ക് തിരിച്ച് വിരോധം ഉണ്ടാവില്ല. രണ്ടും ഉണ്ടാവാം, സംഘം ഉണ്ടാവാം, വിരോധം ഉണ്ടാവാം. എന്നാൽ ഈയൊരു ഭാവന ഉറച്ച വ്യക്തിക്ക് മറ്റൊരാളോടും വിരോധം ഉണ്ടാവില്ല, ഒട്ടും സംഘം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവും, അളവറ്റ സ്നേഹം, പരിമിതിയില്ലാത്ത സ്നേഹം. കമ്മ്യൂണിസത്തിന് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടി വന്നത് മതവും അതിലുള്ള വിശ്വാസത്തെയുമാണല്ലോ. അറിയില്ല, അറിയാത്ത വിഷയമാണ്. എന്താ സ്വാമി, അതൊരു ഒഴിഞ്ഞു മാറലാണല്ലോ. സത്യസന്ധമായി പറയുകയാണ്, അറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയുക? ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് സ്വാമി ഒഴിഞ്ഞു മാറിയതാ. അല്ല, അറിയാഞ്ഞിട്ടാ. അവരെന്തിനാ എതിർക്കണത്, എന്തിനെ അനുകൂലിക്കണത്? ഇതൊക്കെ അതിൽ പെട്ടാലല്ലേ അറിയുള്ളൂ. നമുക്കെങ്ങനെ അറിയാം? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നാണല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ മതം. ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ മതമല്ല, ഇത് മഹാനായ കാൾ മാർക്സ് പറഞ്ഞ എഴുതിയ വാക്യമാണ്. മഹാനായ ധനതത്വ ശാസ്ത്രജ്ഞനായ കാൾ മാർക്സ് പറഞ്ഞതാണ്, എഴുതിയതാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. അന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ആ മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ വാക്യം പറയുമോ എന്ന് സംശയമാണ്. കാരണം ഈ കറുപ്പ് കഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ല. കഴിച്ച ആളൊരു സ്ഥലത്ത് കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. അയാളെ കൊണ്ട് വേറെ ആർക്കും ഉപദ്രവം ഇല്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കറുപ്പ് കഴിച്ചു വിചാരിച്ചോളൂ, എന്താ ഉണ്ടാവുക? കുറച്ചു നേരം കഴിഞ്ഞാൽ സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. അയാളെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് കറുപ്പ് കഴിക്കാൻ ചിദാനന്ദപുരി സ്വാമി ആഹ്വാനം ചെയ്തു എന്ന് ആരും പറഞ്ഞേക്കരുതേ, അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു, മതം മനുഷ്യനെ അക്രമാസക്തനാക്കുന്ന, സഹോദരങ്ങളെ ഹിംസിക്കാൻ പ്രേരിപ്പിക്കുന്ന, സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കുന്ന മയക്കുമരുന്നാണ്. മാരകമായ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന മദ്യമാണ്. ഇന്ന് ആ മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മതത്തെ ഒപ്പിയത്തോട് കറുപ്പിനോട് ഉപമിക്കില്ല,
മറിച്ച് അത് ഡ്രഗ്സ് ആണെന്ന്, അത് മദ്യമാണെന്ന് പറയുമായിരുന്നു. ഉറപ്പാണ്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കാൾ മാർക്സ് പഠിച്ച മതങ്ങൾ എബ്രഹാമിക് മതങ്ങളാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് കാൾ മാർക്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഒരക്ഷരം അറിയില്ലായിരുന്നു. അതിന് അദ്ദേഹത്തിന് സാധ്യത വന്നിട്ടില്ല. എബ്രഹാമിക് റിലീജിയനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ലോകത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ പതനവും ഈ പിടിവാശി തന്നെ ആയിരിക്കുമല്ലോ? അറിയില്ല, അറിയാത്തതാണ്. ഏതൊരാദർശവും ഏതൊരു സിദ്ധാന്തവും സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ, ഏതൊരാദർശത്തിന് വേണ്ടി ആവിർഭവിച്ചോ അതിൽ നിലകൊള്ളുന്നുവെങ്കിൽ, യുക്തിഭദ്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കും, വളരും. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന സമാജ ചേതനയ്ക്ക് ആവശ്യമുള്ളത് നൽകുന്നുണ്ടെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും നിലനിൽക്കും. സമൂഹത്തിന് വേണ്ടുന്നത് കൊടുക്കുന്നതിൽ ഒരു പ്രസ്ഥാനം പരാജയപ്പെടുകയാണെങ്കിൽ അത് കാലഗതിയിൽ അപ്രസക്തമായി തീരും. അത് കേവലം കമ്മ്യൂണിസത്തിൻ്റെ വിഷയമല്ല, ഏത് പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ ഒരാശയത്തിന് മതമേൽപ്പിച്ച മുറിവ് കുറച്ചൊന്നുമല്ല. മതത്തിനോട് ഒരു തരത്തിലും സൗഹൃദത്തിലല്ലായിരുന്ന ഈ ആശയം ഇന്ത്യയിൽ നേതാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി ന്യൂനപക്ഷ മതങ്ങളോട് അനുഭാവം പുലർത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ ഈ ന്യൂനപക്ഷം? തെറ്റായ പദപ്രയോഗമാണത്. ഈ തെറ്റായ പദപ്രയോഗം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. കാരണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയ സംവിധാനങ്ങളെ കൊണ്ട്, വിവര സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട്, വേഗതയേറിയ യാത്രാ സൗകര്യങ്ങളെ കൊണ്ട് ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നിമിഷ നേരങ്ങളെ കൊണ്ട് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് പണം എത്തിക്കാം. ആശയങ്ങൾ സെക്കൻഡുകളെ കൊണ്ട് എത്തിക്കാം. വ്യക്തികളെ ഏതാനും മണിക്കൂറുകളെ കൊണ്ട് എത്തിക്കാം. ഇവിടെ മകരസംക്രാന്തി, നമ്മളിപ്പോൾ മകരവിളക്ക് ആചരിച്ചിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് വിമാനത്തിൽ യാത്ര ചെയ്ത് അമേരിക്കയിലും മകരസംക്രാന്തി നമുക്ക് ആഘോഷിക്കാം. അത്ര വേഗതയിൽ യാത്രാ സൗകര്യമായി കഴിഞ്ഞു. ആശയങ്ങളും വിഭവങ്ങളും സമ്പത്തും നിമിഷ നേരങ്ങളെ കൊണ്ട് ലോകത്തിൽ മുഴുവൻ കൈമാറാം. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തി മതത്തിനോ സാമൂഹ്യ ഘടനയ്ക്കോ പരിധി ഏർപ്പെടുത്തുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ മതം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ചോദ്യം ചോദിച്ചേ മതിയാവും. ഏതാണ് ന്യൂനപക്ഷ മതം? ഇത്രയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ മനസ്സിലാവും, പദങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയണം, ഒന്ന് മാറ്റി എഴുതണമെന്ന്. അതുകൊണ്ട് ആരാണ്ടെങ്കിലും പ്രയോഗിക്കുന്ന പദാവലികൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ന്യൂനപക്ഷം തുടങ്ങിയ പദങ്ങൾ പ്രയോഗിക്കുന്നതിന് പകരം സ്പഷ്ടമായിട്ട് ഈ വളച്ചുകെട്ടില്ലാതെ നേർക്ക് പറയണം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഒരു സംഘടനയുടെ നേതാവ് എന്നൊക്കെ പറയണ ഏത് സംഘടന എന്നൊക്കെ പറയണം. എപ്പോഴും നമുക്ക് അതാണ് വേണ്ടത്. അതുകൊണ്ട് ന്യൂനപക്ഷ മതങ്ങളോട് അനുഭാവം പുലർത്തുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയില്ല. ഏതാ ന്യൂനപക്ഷം? ഏതാണ് പരിധി? ഏത് പരിധി വെച്ചിട്ടാണ് ഒരു കൂട്ടരെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും പറയുന്നത്?
ഇന്നത്തെ ലോകത്തിൽ പറയാൻ പറ്റില്ല. ലോകത്തിൽ എത്ര രാജ്യങ്ങൾ ക്രിസ്തീയ രാജ്യങ്ങളാണെന്ന് സ്വയം പറയുന്നവരാണ്. ലോകത്തിൽ എത്ര രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് പറയുകയും അപ്രകാരം പുലരുകയും ചെയ്യുന്നവരാണ്. എത്ര രാജ്യങ്ങൾ ഹിന്ദു രാജ്യങ്ങളാണെന്ന് പറയുന്നവയാണ്. ചിന്തിക്കുക. അപ്പം മനസ്സിലാവും ഈ ന്യൂനപക്ഷം, ഭൂരിപക്ഷം തുടങ്ങിയ പദപ്രയോഗങ്ങളുടെ നിരർത്ഥകത, അനർത്ഥകത. പ്രത്യേകിച്ച് കേരളത്തിൽ മത തീവ്രവാദ സംഘടനകളുമായി നല്ല ബന്ധത്തിലുമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന ദേശവിരുദ്ധരുമായി ചങ്ങാത്തത്തിലാകുമ്പോൾ ദേശീയ പാർട്ടിയായി വിചാരിച്ച ഇന്ത്യൻ കമ്മ്യൂണിസവും നാമാവശേഷമാവുകയാണോ എന്നാണ് സംശയം. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കോഴിക്കോടുള്ളവർ പ്രത്യേകിച്ചും മനസ്സിലാക്കി അനുഭവിച്ച വിഷയമുണ്ട്. തങ്ങളുടെ പാർട്ടിയിൽ മത തീവ്രവാദ സ്വഭാവമുള്ളവർ, ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ളവർ കടന്നുകൂടുകയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വെളിപ്പെടുത്തിയത് മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിരുന്നു. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു നേതാവിൻ്റെ വെളിപ്പെടുത്തലാണത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കുറച്ച് വൈകിപ്പോയി. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം ആര് പറഞ്ഞാലും സ്വീകരിക്കണം. 100% സത്യമാണ്. പക്ഷെ ആ സത്യം വെളിപ്പെടുത്താൻ കുറച്ച് വൈകിപ്പോയി. ഈ കോഴിക്കോട് വേറെ പല ചിത്രങ്ങളും മുഖങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അത്ഭുതകരമാകുന്നൊരു ചോദ്യചിഹ്നം ഉയർത്തുന്ന സാഹചര്യം ഈ കോഴിക്കോട് നമ്മൾ കണ്ടു. കാരണം നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം ആരോപിച്ച് പോലീസ് 2 യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഓർമ്മിക്കുക. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റുമാണ് നമ്മുടെ പോലീസ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പോലീസ് നിയമ നടപടി ചെയ്തപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ, അയ്യോ പിഞ്ചു കുഞ്ഞുങ്ങൾ, കൊച്ചു കുട്ടികൾ, അവരെന്ത് തെറ്റ് ചെയ്യാനാ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പ്രതിപക്ഷത്തിലെ ഒരുപാട് വ്യക്തികൾ, ഭരണപക്ഷത്തിലെ വ്യക്തികൾ, CPIയിൽപ്പെട്ടവരൊക്കെ തന്നെ ചാടി വീണ് ഈ നിഷ്കളങ്കരെ ഇങ്ങനെ ചെയ്യരുതെന്ന് അവർ വിധി എഴുതി. പോലീസ് അന്വേഷണം നടത്തി അത് ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി തെളിയിക്കുന്നതിന് മുമ്പ് ഇവർ നിഷ്കളങ്കരെന്ന് വിധി ചാർത്തി കൊടുത്തു. മാധ്യമങ്ങൾ എത്ര ദിവസം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു? 24 മണിക്കൂറും അതിനുവേണ്ടി പ്രവർത്തിച്ചു ചില ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ. ഇവിടുത്തെ CPI, ഇവിടുത്തെ കോൺഗ്രസ് തുടങ്ങി വിവിധ പാർട്ടികൾ ഒരേ ശബ്ദത്തിൽ സംസാരിച്ചു. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്നു കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ. കാരണം സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഇത്രയ്ക്കധികം സ്വാധീനങ്ങൾ ഉണ്ടായിട്ടും പ്രേരണകൾ ഉണ്ടായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടും അദ്ദേഹം നിയമത്തിൻ്റെ കൂടെ നിന്നു. പോലീസ് നടപടികൾ നിയമമനുസരിച്ച് നടക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ അന്വേഷണം മുന്നോട്ട് പോയി. അത് NIAക്ക് കൈമാറി. ചിന്തിക്കുക. ആ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിയെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ
ചിന്തിക്കുക. ഇതെന്താ കാണിക്കുന്നത്? അവർ രണ്ടുപേരും CPM പ്രവർത്തകരാണ്. അവർക്ക് വേണ്ടി പ്രമേയം പാസാക്കിയത് CPMൻ്റെ ലോക്കൽ ഘടകമാണ്. മതവും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി എങ്ങനെയാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ചിത്രമാണ് നമ്മൾ കണ്ടതും ശ്രദ്ധിക്കേണ്ടതും. അപ്പം അതുകൊണ്ട് ഇനിയും ശുദ്ധീകരണം എല്ലാവർക്കും നടത്താം. ആരും നശിച്ചിട്ടില്ല. നല്ല ചികിത്സ ചെയ്താൽ ഏത് രോഗം, ഏത് ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തെയും ജയിക്കാൻ സാധിക്കും. ആ സദ്ബുദ്ധി എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവട്ടെ. അത്രയേ പറയാനുള്ളൂ. നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഈ ആശയത്തിൻ്റെ ഗുണങ്ങളും ഇതോടൊപ്പം നഷ്ടമാവുകയല്ലേ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നഷ്ടമാവാതിരിക്കട്ടെ, നന്മയിലേക്ക് ഉയരട്ടെ. സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ഭൂരിഭാഗവും മധ്യവയസ്കരോ അതിന് മുകളിൽ പ്രായമുള്ളവരോ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പകുതി പേരും ചെറുപ്പക്കാരാണ്, ഏറെക്കുറെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കറപ്പിച്ചതല്ല എന്ന് വിചാരിക്കുക. കാരണം നല്ല നല്ല സാധനങ്ങളുണ്ട് കറപ്പിക്കാൻ. മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ ചുമക്കുകയൊക്കെ ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചുമന്നിട്ടൊക്കെ കാണും. ഇപ്പം അതൊന്നും കാണില്ല. ഇപ്പം നല്ല കറുപ്പാണ്. അപ്പം അങ്ങനെയാണോയെന്നറിയില്ല. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അധികം ചെറുപ്പക്കാരെയാണ് കാണുന്നത്. ഇതിവിടെ മാത്രമല്ല, വ്യക്തിപരമായി ഞാൻ തന്നെ പറയട്ടെ, സ്വാമി ചിദാനന്ദപുരി ദിവസവും 2 സ്ഥലങ്ങളിലെങ്കിലും പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. എവിടെ ചെന്നാലും പകുതിയിലധികവും യുവജനങ്ങളാണ്, യുവാക്കളാണ്. പകുതിയിലധികവും. പകുതി പ്രായം കൂടിയവരുണ്ടാവും, പക്ഷെ അവർ യുവമനസ്സുള്ളവരാ. ദേഹത്തിന് എത്ര പ്രായമായാലും യുവമനസ്സുള്ളവരാ. അവരല്ലേ യുവാക്കൾ. അല്ലാതെ ദേഹത്തിന് പ്രായം 25 വയസ്സാണ്, പക്ഷേ വാർദ്ധക്യത്താൽ ഗ്രസിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ യുവാവ് യുവതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം യുവ മനസ്സുള്ളവർ, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതിനോട് എനിക്ക് യോജിപ്പില്ല. ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. പകുതിയിലേറെയും ചെറുപ്പക്കാരാണ്, അതിൽ സംശയമില്ല. വാർദ്ധക്യത്തിലെ മരണഭയമായിരിക്കാം ഇവരെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അത് നല്ലത് തന്നെ. എന്തെങ്കിലും ആശ്രയം എല്ലാവർക്കും വേണ്ടേ? മരണഭയം ഉണ്ടാകുമ്പോൾ ആശ്രയിക്കാനൊന്നും വേണ്ടേ? അതിന് വിരോധമൊന്നുമില്ല. യുവാക്കളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യുവസമൂഹത്തിന് ദഹിക്കുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന യുക്തിപൂർവമായ ഭാഷയിൽ കൊടുക്കുക. നിശ്ചയമായിട്ടും സ്വീകരിക്കാൻ യുവസമൂഹം വരും. യുക്തിപൂർവമായ ഭാഷ, ചോദ്യം ചെയ്യലുകളെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി, അതിനെ ചോദ്യം ചെയ്യരുത് എന്നുള്ള സമീപനം മാറ്റി ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. യുവസമൂഹം വരും, വരാതിരിക്കില്ല, അതിൽ സംശയമില്ല. മറ്റൊരു വിഷയം, ഇന്ന് മിക്ക ഹിന്ദു ദമ്പതിമാരും ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കുന്നു. കൂടപ്പിറപ്പില്ലാതെ ജീവിച്ചു തീർക്കേണ്ട ഒരു ജന്മം ആ കുഞ്ഞിന് അച്ഛനമ്മമാർ സമ്മാനിക്കുന്നു. ഭാവിയിൽ അതിൻ്റെ ശാപം ഇവർ ഏറ്റുവാങ്ങേണ്ടി വരും. മാത്രമല്ല, സാമൂഹികമായി ചിന്തിച്ചാൽ ഹിന്ദു ജനസംഖ്യ താഴോട്ട് പോകുന്നു. ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം ആവശ്യമല്ലേ സ്വാമിജി? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ജനസംഖ്യയിലുള്ള അപകടകരമായ വ്യതിയാനം കേരളത്തിൻ്റെ ഭാവി ഗതി എങ്ങോട്ട് എന്ന വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. (2021) സെൻസസ് റിപ്പോർട്ട് വരുമ്പോൾ കേരളത്തിലെ ഹിന്ദു 47-48 ആയിരിക്കും. 2041 വെറും കാത്തിരിക്കേണ്ടത്
22 വർഷം മാത്രം ആകുമ്പോൾ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 31%. എന്ന് മാത്രമല്ല, അന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും ചേർന്നാലും 48% ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് സന്താനങ്ങളെ കുറയ്ക്കുന്നത് ഹിന്ദുവിൻ്റെ മാത്രം പണിയാവരുത്. പരമാവധി മക്കളുണ്ടാവണം. ഒന്നുകിൽ എല്ലാവരും നിയമം പാലിക്കണം, സർക്കാരിൻ്റെ നയം പാലിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവിന് മാത്രം ഇത് പാലിക്കേണ്ടുന്ന ബാധ്യതയില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുമ്പ്, അനേക ദശകങ്ങൾക്ക് മുമ്പ് കേണൽ ഗദ്ദാഫി പറഞ്ഞിരുന്നു, വി വിൽ കോൺകർ ദി വേൾഡ് വിത്ത് പോപ്പുലേഷൻ ബോംബ് എന്ന്. ജനസംഖ്യാ ബോംബ് കൊണ്ട് ലോകത്തെ മുഴുവൻ ഞങ്ങൾ കീഴ്പ്പെടുത്തുമെന്ന്. ഗദ്ദാഫിയുടെ വാക്യങ്ങളാണ്. അത് വളരെ ക്രമനിബദ്ധമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് ഒരു വീട്ടിൽ 5 കുട്ടികൾ 6 കുട്ടികളുണ്ടാവും. ഇവിടെ ഹിന്ദു ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പം തന്നെ അണ്ടശക്തിയും ബീജശക്തിയും ഒക്കെ പോയിട്ടുണ്ടാവും. ചൊവ്വാദോഷം, ശുദ്ധജാതകം, അശുദ്ധജാതകം, ഇതൊക്കെ അങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് തീരെ സമയം കിട്ടാറില്ല. അതിശയോക്തി പറയാലോ, ഒരു 5 മിനിറ്റ് പോലും വിശ്രമിക്കാൻ കിട്ടാറില്ല. രാത്രി കുറച്ചു നേരം ഉറങ്ങണതേ ഉള്ളൂ. തീരെ വിശ്രമം, അത്ര പണിത്തിരക്ക പല മേഖലകളിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രഭാഷണം മാത്രമല്ല. എങ്കിലും ചില വിനോദങ്ങളൊക്കെ ഉണ്ട്. അത് യാത്രയിലൊക്കെയാണ് തരപ്പെടുള്ളൂ. ചില വിനോദങ്ങൾ. അതിന് ചിദാനന്ദ ഗുരുസ്വാമി മനോരമയുടെ ഏജൻ്റാണെന്നൊന്നും ആരും പറയണ്ട. അതിലൊന്ന് മറിമായം കാണല. സമയം കിട്ടിയാൽ കാണും. ഈ മഴവിൽ മനോരമയിലുള്ള സീരിയലാണ്. നല്ലതാണ്. ഒരു അശ്ലീലവും ഇല്ലാതെ നല്ല സമൂഹ വിമർശനമാണ്. അസലായിട്ട് അവർ അഭിനയമൊക്കെ കെങ്കേമ. എനിക്ക് നല്ല ഇഷ്ടമാണ്. വേറൊരു ഇഷ്ടപ്പെട്ട പരിപാടി പത്രങ്ങളിൽ മാട്രിമോണിയൽ പേജ് നോക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, സ്വാമിക്ക് എന്താ ഇപ്പോൾ കല്യാണത്തിൻ്റെ ആലോചന ഉണ്ടോ? എന്തിനത് മാട്രിമോണിയൽ പേജ് നോക്കണത്? കല്യാണം കഴിക്കാനൊന്നും അല്ല, മറിച്ച് അതൊരു സുഖ. അതെന്താ? സുന്ദരിയായ നായർ യുവതി 48 വയസ്സ് വിവാഹാലോചന ക്ഷണിച്ചു കൊള്ളുന്നു. അതീവ സുന്ദരിയായ 48 വയസ്സുള്ള ഈഴവ യുവതിക്ക് വിവാഹാലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. എടാ, 48 വയസ്സുള്ള നായർ യുവതി, 48 വയസ്സുള്ള ഈഴവ യുവതി, ഇതെന്താപ്പത് കഥ? അപ്പം ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു? ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം. ശുദ്ധജാതകം, അശുദ്ധജാതകം. കണ്ടാലോ കൂടെ ഓടിപ്പോവാനോ ഇതൊന്നും നോക്കണ്ട. ലവ് ജിഹാദിനോ ഇത് നോക്കണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കല്യാണത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അണ്ടശക്തിയും പോയി ബീജശക്തിയും പോയി കുട്ടികൾ ഉണ്ടാവുകയില്ല. പിന്നെ ക്യൂ ആണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ മുമ്പിൽ. ഇനി ഉണ്ടായാലോ കുരുമ്പിച്ചിട്ടൊരു സാധനം. എന്തിനെങ്കിലും ഒന്ന് കൊള്ളണ്ടേ? ഒരു ഉശിരുമില്ല, ഒരു പൊളിയുമില്ല. എന്തൊരു കഷ്ടം അത്. അവിടെ ദയവ് ചെയ്ത് ചെറുപ്പത്തിൽ നല്ല അണ്ടശക്തി ഉള്ളപ്പോൾ, ബീജശക്തി ഉള്ളപ്പോൾ, പ്രത്യുൽപാദനത്തിന് ഏറ്റവും പറ്റുന്ന പ്രായത്തിൽ കല്യാണം കഴിക്കുക. മിനിമം ഒരു 3, അതിലൊന്നിനെ ഞങ്ങൾക്ക് തരിക. ഞങ്ങളെ കൂട്ടത്തിലും ആൾ വേണ്ടേ? നിങ്ങൾക്കിങ്ങനെ പ്രഭാഷണമൊക്കെ കേൾക്കണ്ടേ? എന്താ കഥ? സന്യാസിമാർ വേണം. നടന്നു പോകുമ്പോൾ സന്യാസിയുടെ കാല് പിടിക്കണം, എന്നിട്ട് വീഴ്ത്തണം, പല്ല് പോക്കണം. സന്യാസിമാരെ ഉമ്മറത്തെ പല്ല് വെച്ചതാണോ ഉള്ളതാണോ എന്ന് ആര് കണ്ടു? കാരണം നടന്നു പോണ വഴിക്കാ കാല് പിടിക്കുക, വീഴില്ലേ? അത്ര ഭക്തിയാ, എന്താ ബഹുമാനം എന്നാ. നമ്മ നിങ്ങൾ എന്നെ ഇത്ര സ്നേഹവും ബഹുമാനപൂർവ്വം കാല് പിടിച്ചില്ലേ? അതെ, എന്നാൽ ഞാനൊരു ദക്ഷിണ ചോദിക്കട്ടെ? ചോദിച്ചോളൂ സ്വാമി, എന്ത് വേണമെങ്കിൽ തരാം. ഒരു കുട്ടീനെ അങ്ങോട്ട് തന്നോളൂ. എൻ്റെ സ്വാമി, വേറെ എന്ത് വേണമെങ്കിൽ പറയൂ.
അവൻ കള്ളുടിയനായിക്കോട്ടെ, അവൻ കഞ്ചാവ് വലിച്ചോട്ടെ, അവൻ എന്തോ പോയിക്കോട്ടെ, സന്യാസി ആവെന്ന് പറയരുതേ. ഇതാണ് സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. സമൂഹ സേവാ പ്രവർത്തനങ്ങളിലേക്ക് ആളില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളില്ല. മിക്ക പാർട്ടികളും ജാഥകളൊക്കെ എങ്ങനെയാണ് ആളെ കൊണ്ട് തികയ്ക്കണമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല, അതിൽ കോൺഗ്രസ്, BJP, മാർക്സിസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിയൊക്കെ ചിലപ്പോൾ അപകടമാവണം. അതുകൊണ്ടാണ് വിളിക്കണ കൂട്ടർ അധികവും. കാരണം ആളില്ല, ആകെ ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. അവൻ എവിടെ എന്ത് കാര്യത്തിന് പോവും? വലിയൊരു അപകടത്തിലാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തുക, സാധ്യത ഉള്ളവർ ഇത്രയേ പറയുള്ളൂ, വേറൊന്നും പറയുന്നില്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗമായ അലോപ്പതി ഇന്ന് രോഗികളിൽ ഭയം ജനിപ്പിക്കുന്നൊരു വ്യവസായമായി മാറിയിരിക്കുകയല്ലേ? ആശുപത്രിക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഡോക്ടർമാർ രോഗികളോട് ക്രൂരത കാണിക്കുന്നതായി എത്രയോ അനുഭവസ്ഥർ, രോഗികളും രോഗികളുടെ ബന്ധുക്കളും പറഞ്ഞു കേൾക്കുന്നു. ഇത് അലോപ്പതിയുടെ കുഴപ്പമല്ല. അലോപ്പതിയെ കുറ്റം പറയാൻ ഞാനില്ല, ആയുർവേദത്തെ കുറ്റം പറയാൻ ഞാനില്ല, ഹോമിയോപ്പതിയെ കുറ്റം പറയാൻ ഞാനില്ല, യുനാനിയെയോ സിദ്ധയെയോ കുറ്റം പറയാൻ ഞാനില്ല. സ്വാർത്ഥമതിയായ മനുഷ്യൻ്റെ കുറ്റമാണ്. അവൻ ഏത് മേഖലയിലും ദുഷ്കൃത്യങ്ങളെ ചെയ്യും, സത്കർമ്മങ്ങളെയും ചെയ്യും. എല്ലാ മേഖലകളിലും ദുഷിച്ച വ്യക്തികളുണ്ട്, എല്ലാ മേഖലകളിലും നല്ല വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും അടക്കി കുറ്റം പറയാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല ദുഷിപ്പുകളും ആശുപത്രികളിലും ഡോക്ടർമാരിടയ്ക്കും ഉണ്ട്. അത് ആരിടയ്ക്കായില്ലാത്ത? ഏതായാലും ബാക്കി കൂടി വായിച്ചു നോക്കട്ടെ. അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ രോഗം മാറും, ഒരു നിസ്സാര രോഗം മാരക രോഗമായി മാറും എന്നും ദേ ഡോണ്ട് ട്രീറ്റ് പേഷ്യൻസ്, ദേ ക്രിയേറ്റ് പേഷ്യൻസ് എന്നുമൊക്കെ സ്വകാര്യ ആശുപത്രികളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാ അലോപ്പതി ഡോക്ടർമാരും ദുഷ്ടന്മാരാണെന്നല്ല. എഴുതിയ ആൾക്കാരനെ ഉണ്ടൊരു ബുദ്ധി കിട്ടുമോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ തൊഴിലിൻ്റെ മഹത്വം അറിയുന്ന, രോഗിയുടെ വേദന മനസ്സിലാക്കുന്ന ചിലർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിനും അനുഭവസ്ഥരുണ്ട്. പക്ഷേ സ്വന്തം ദുരാഗ്രഹം മൂലമോ തങ്ങൾ പണിയെടുക്കുന്ന ആശുപത്രിയുടെ സമ്മർദ്ദം മൂലമോ രോഗികളെ കഷ്ടപ്പെടുത്തുന്ന വലിയൊരു വിഭാഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഇത് എഴുതുന്നത്. ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യോഗ, യുനാനി, സിദ്ധ, ഹെർബൽ മെഡിസിൻസ് മുതലായവയിലൊക്കെ രോഗിക്ക് ശാരീരിക പീഡനമോ മാനസിക സംഘർഷമോ ഉണ്ടാക്കാത്ത ചികിത്സാ രീതികളാണ് മിക്കവാറും ഉള്ളതെങ്കിലും പലരും അവയെക്കുറിച്ച് ബോധവാന്മാരല്ല. ആ വിഭാഗങ്ങളിൽ ആശുപത്രികളുടെ എണ്ണവും താരതമ്യേന കുറവാണ്. ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? ഒരു സമഗ്ര ജീവിത വീക്ഷണം വളർത്തിയെടുക്കുക. ചികിത്സാ സംവിധാനത്തിൽ ഒരു സമഗ്ര കാഴ്ചപ്പാടുണ്ടാക്കുക. ഒരു ഹോളിസ്റ്റിക് എന്ന് നമ്മൾ പറയുന്ന ഒരു സംവിധാനത്തെയും അഥവാ സമ്പ്രദായത്തെയും അടച്ച് ആക്ഷേപിക്കരുത്. എല്ലാത്തിലും നന്മകളും തിന്മകളും മിശ്രമായിട്ടുണ്ട്. ഇപ്പം കൂടുതൽ സമൂഹത്തിൽ കാണപ്പെടുന്നതിന് കൂടുതൽ ദോഷം കാണപ്പെടും, അത്രയ്ക്കധികം കാണപ്പെടാത്തതിൽ ദോഷം തിരിച്ചറിയപ്പെടില്ല. ആയുർവേദ ഡോക്ടർമാരെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരൊക്കെ സത്യസന്ധരും നല്ല ആൾക്കാരുമാണ്? എനിക്ക് വിശ്വാസമില്ല. സിദ്ധയെന്നോ യുനാനി എന്നോ പറയുന്ന എല്ലാവരും നല്ല ആൾക്കാരാ? അല്ല. അപ്പം എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ട്. ആ നന്മയുടെ അംശങ്ങളെ നമ്മൾ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ വക്താവായി സ്വയം തീരുക. അതേ നമുക്ക് സാധിക്കൂ. അല്ലാതെ ദോഷമുണ്ട്, വളരെയധികം ദോഷമുണ്ട്, അറിയാം. അതിപ്പോൾ ചില ആൾക്കാർ കാലിന് മുള്ളു നട്ട് പോയാലും തലയ്ക്ക് സ്കാൻ ചെയ്യാൻ എഴുതിയെന്ന് വരും. എന്തിനാന്ന് വെച്ചാൽ നിവൃത്തിയില്ല, അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചില സ്ഥലത്തേക്ക് എന്നെ എഴുതണം, അവിടെ നിന്നായാലേ തെളിയുള്ളൂ, മറ്റേത് തെളിയില്ല സ്വാമി, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് എക്സ്റേ എടുത്താൽ പോരെ, ഇപ്പുറത്തെ സ്കാൻ പോരെ, അത് പോരാ, അവിടുന്നേ തെളിയുള്ളൂ. ഇങ്ങനെയൊക്കെ പല ഇടപാടുണ്ട്, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ അറിഞ്ഞാലും ഇനി മരിച്ചതിന് ശേഷം എത്ര ദിവസം വെന്റിലേറ്ററിൽ ഇടുന്നുണ്ട് ചില സ്ഥലത്ത്. നേരത്തെ പറഞ്ഞ മറിമായത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ഇട്ടിട്ട് കഞ്ഞി വേണം, ആപ്പിൾ ജ്യൂസ് വേണം എന്നൊക്കെ പറയണത്.
അതെ, അത് സ്വാമി മറിമായ അല്ലേ, അല്ല ഈ ലോകത്തിൽ നടക്കണതാണത്, അല്ലാത്തൊന്നുമല്ല. പക്ഷേ അതേ സമയത്ത് ഒരു സമ്പ്രദായത്തെ ഒരിക്കലും നമ്മൾ ദുഷിക്കരുത്. എല്ലാ സന്യാസിമാരും നല്ല സന്യാസിമാരാവുക, എല്ലാ രാഷ്ട്രീയക്കാരും നല്ല രാഷ്ട്രീയക്കാരാവുക, എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാവുക. അധ്യാപന വൃത്തിയിൽ എന്തെല്ലാം കാപട്യമുണ്ട്. സ്കൂളിൽ പോയി മര്യാദയ്ക്ക് പഠിപ്പിക്കാണ്ട് ഒപ്പിട്ടിട്ട് റെസീറ്റ് ബുക്കും കൊണ്ട് നടക്കണവരില്ലേ കുറേ നേതാക്കന്മാർ, അധ്യാപകർ. ഒരു സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി ആർക്കുണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. കലാപരിപാടിയായിട്ടും അതായിട്ടും ഇതായിട്ടും നടക്കും മുഴുവൻ ദിവസവും. പിന്നെ സംഘടനകളുടെ പിരിവുമായിട്ട് ഒപ്പിടലോ അധ്യാപകർ ഇഷ്ടം പോലെ പേരുണ്ട്. പോലീസിലില്ലേ? ഉണ്ട്. വക്കീൽമാരെ കൂട്ടത്തിലില്ലേ? ഇല്ലേ, ഉണ്ട്. എഞ്ചിനീയർമാരെ എല്ലാ മേഖലയിലും ഉണ്ട്. തന്ത്രിമാരെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. ജ്യോത്സ്യന്മാരെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. എല്ലാ മേഖലയിലും കാപട്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ മാത്രം അടച്ചാക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. നന്മകളെ കാണാൻ പഠിക്കുക, തിന്മകളെ കാണാൻ പഠിക്കുക. തിന്മകളെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ സ്വയം പരമാവധി നമ്മുടെ ദൃഷ്ടിയിൽ തിന്മ എന്നറിയുന്നത് ചെയ്യാതിരിക്കുക. അതേ വേണ്ടു. ഹിന്ദുക്കളെ ഇവിടെ നിന്ന് നിലം തൊടാതെ ഓടിക്കാമെന്നും പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഞങ്ങൾ അതല്ല, എന്താ അപ്പോൾ അത് ഒരു മനസ്സിലായില്ല. ഒരു കോൺട്രാക്റ്റുകാരനാണ് ഞാൻ. നന്നായി, നല്ലോണം കോൺട്രാക്റ്റ് ജോലി ചെയ്യുക. ഒരു മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ ആയതിനാൽ മുസ്ലിങ്ങൾ പൊതുവെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യാറ്. അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നതിനാൽ ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ CAA വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയതും പോരാ, ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ CAAക്കെതിരെ കേസ് കൊടുക്കുമെന്നും കേൾക്കുന്നു. എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ മുസ്ലിം വോട്ടിനായുള്ള കടിപിടിയിൽ CPIM ഞങ്ങളെ കടത്തിവെട്ടി സ്കോർ ചെയ്ത മാതിരിയാണ്. മനസ്സിനാകെ ഒരു സുഖവുമില്ല. നല്ലതാണ്. മുസ്ലിം വോട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കാൻ ഇനി കടുത്ത എന്തെങ്കിലും പ്രയോഗം വേണ്ടിവരും. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അധികാരത്തിലേറ്റിയാൽ കേരളം മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കാമെന്നും ഹിന്ദുക്കളെ ഇവിടെ നിന്ന് നിലം തൊടാതെ ഓടിക്കാമെന്നും പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുമോ? ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിലും വലിയ പ്രീണന വാഗ്ദാനവുമായി CPIM മുസ്ലിം വോട്ടുകൾ ഞങ്ങളിൽ നിന്ന് റാഞ്ചുമോ? ആലോചിച്ചിട്ടൊരു സമാധാനവുമില്ല. സ്വാമിജിയുടെ വിലയേറിയ അഭിപ്രായത്തിനായി കാത്തിരിക്കുന്നു. സ്വാമിജിയുടെ അഭിപ്രായത്തിൽ ഞങ്ങളാണോ അതോ CPIM ആണോ സ്കോർ ചെയ്തത്? കളിച്ചു നോക്കുക. കളിച്ചിട്ടല്ലേ ഇപ്പോൾ സ്കോർ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കളി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പോൾ സ്കോറായോ? സ്കോറൊന്നും പറയാൻ ആർക്കും ആയിട്ടില്ലല്ലോ. കളി തുടങ്ങിയല്ലേ ഉള്ളൂ. എന്തൊക്കെയോ കലങ്ങളുണ്ടെന്ന് ഉറപ്പാണ്. എന്തൊക്കെ എവിടുന്നൊക്കെയാണ് കലങ്ങണമെന്ന് അറിയില്ല. എന്തൊക്കെയോ കലങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് തെളിയാൻ നോക്കുക. എന്തായാലും ഒന്ന് കലങ്ങി തെളിയാനുള്ള സമയമായി എന്നപ്പോൾ തോന്നണത്. മൊത്തത്തിലൊന്ന് കലങ്ങി തെളിയാനുള്ള സമയമായിട്ടുണ്ട് ഭാരതത്തിൽ. അതിന് സന്ദേഹമില്ല. കാരണം അത്രയ്ക്കധികം രാഷ്ട്ര വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നു. രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. അത്രയ്ക്കധികം. വളരെ കലുഷിതമായൊരു സമൂഹ സാഹചര്യത്തെ ഭരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോലും പരിശ്രമം കൊണ്ടുണ്ടാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഭീഷണമായ അവസ്ഥാവിശേഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്കോറൊന്നും ആരും കൂട്ടാൻ ഇരിക്കണ്ട. പിതാവ് മരിച്ചാൽ പിതൃകർമ്മം ചെയ്യണമെന്നാണല്ലോ ശാസ്ത്രം. പിതാവ് മരിച്ചാൽ മാത്രം പോരാ, മാതാവ് മരിച്ചാലും വേണം. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ചേർന്നതാണ് പിതൃക്കൾ. അല്ലാണ്ട് പിതാവ് മാത്രമല്ല പിതൃക്കൾ. അത് ശ്രദ്ധിക്കുക. പിതാവ് കുടുംബം സംരക്ഷിക്കാതെ മദ്യപിച്ചും ചീട്ട് കളിച്ചും ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ചും ജീവിതം നയിച്ചു. കുടുംബത്തെ സംരക്ഷിച്ചില്ല.
പിതാവിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. അങ്ങനെയുള്ള പിതാവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാതിരിക്കാനുള്ള കർമ്മമല്ലേ ചെയ്യേണ്ടത്? നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റില്ല. കാരണം താൻ വളർന്നു വരുന്ന സമയത്ത് വിപരീതമായി മാത്രം കണ്ട് അത്രയ്ക്കധികം ചെറുപ്പത്തിൽ അടക്കി വയ്ക്കപ്പെട്ട വൈകാരിക ഭാവങ്ങൾ, ട്രാപ്ഡ് ഇമോഷൻസ് സ്വരൂപിച്ചിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ ചിന്തിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് ദുഷിച്ച വൃത്തിയിൽ വ്യാപരിച്ചാലും അമ്മ അമ്മ തന്നെയാണ്, അച്ഛൻ അച്ഛൻ തന്നെയാണ്. അവരെപ്പറ്റി ദുഷിക്കാനുള്ള സാധ്യത പോലും തന്നത് അവരാണ്. അവരെപ്പറ്റി ദുഷിക്കാനുള്ള സാധ്യത പോലും തന്നത് അവരാണ്. കാരണം അവർ ഈ ശരീരം തന്നതുകൊണ്ടാണല്ലോ നമുക്ക് അവരെപ്പറ്റി ദുഷിക്കാൻ പോലും സാധിച്ചത്. അതുകൊണ്ട് എത്ര ദൂഷിതമായ വ്യാപാരത്തിൽ അവരേർപ്പെട്ടാലും മരണാന്താനി വൈരാണി, മരണത്തിൽ അവസാനിക്കുന്നവയാണ് വൈരങ്ങളൊക്കെ. എന്ത് വൈരം ആരുമായിട്ടുണ്ടെങ്കിലും അത് മരണത്തിൽ അവസാനിച്ചു. അതുകൊണ്ട് അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും പിതൃകർമ്മങ്ങൾ താൻ ശ്രദ്ധയോടെ ചെയ്യണം, നിർബന്ധമാണ്. മരണാനന്തരം സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? സ്വാമിജി ദയവായി വിശദീകരിച്ചു തരുമോ? മരണം സ്ഥൂല ശരീരത്തിൻ്റെ നാശമാണ്. സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചയിച്ച സംസ്കാരങ്ങൾക്കനുസൃതമായി പുതിയൊരു സ്ഥൂല ശരീരത്തെ പ്രാപിക്കേണ്ടി വരും. യോനി മന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാ കർമ്മ യഥാശ്രുതം. ഉപനിഷത്ത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. എങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ, എങ്ങനെ ശാസ്ത്രാദി ശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ അതിനനുസൃതമായ ജന്മസ്ഥാനങ്ങളെ പ്രാപിക്കും ചിലർ. ചിലരാകട്ടെ വൃക്ഷം തുടങ്ങിയ സ്ഥാവരഭാവങ്ങളെ പ്രാപിക്കും. അതായത് കയ്യിലിരിപ്പ് പോലിരിക്കും ഗതി എന്നർത്ഥം. അപ്പം നമ്മുടെയൊക്കെ കയ്യിലിരിപ്പിനനുസരിച്ചാണ് നമ്മുടെയൊക്കെ, അതിപ്പോൾ ഈ വേദാന്തം ഒന്നും പഠിക്കാത്തവർ പറയാറില്ലേ, അവൻ്റെ കയ്യിലിരിപ്പിനനുസരിച്ച് തന്നെയാ എന്ന് പറയും. അത് തന്നെയാണ് ശരി. ഇപ്പോൾ കർമ്മത്തിനനുസൃതമായി നമ്മൾ സഞ്ചയിക്കുന്ന സംസ്കാരത്തിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് മറ്റൊരു കുപ്പായം എടുക്കേണ്ടി വരും. നവാനി ഗൃഹ്ണാതി നരോപരാണി. പഴയ ജീർണിച്ചവയെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിച്ച് തുടരുന്നു. പല ആത്മീയ പ്രഭാഷകരും പറയുന്നു ശിവൻ ഒരു സങ്കല്പം മാത്രമാണെന്ന്. പ്രഭാഷകനും പ്രഭാഷണവും സങ്കല്പം തന്നെ എന്ന തലത്തിൽ അത് ശരിയാണ്. പ്രഭാഷകനുണ്ട് എന്ന് മാത്രമല്ല, പ്രഭാഷണ അനന്തരം ദക്ഷിണയും വേണം എങ്കിൽ ശിവനുമുണ്ട്. സമ്പൂർണ്ണ അനുഗ്രഹം ചൊരിയുന്ന ശിവനുണ്ട്. അല്ല, ശിവൻ മായയാണ്, ശരി, സത്യമാണ്, മായയാണ്. ഒന്നുമില്ല, ശിവനൊന്നുമില്ല. ഏതുപോലെ പ്രഭാഷകനും ഇല്ല, പ്രഭാഷണവും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഈ വെറുമൊരു സങ്കല്പം മാത്രമാണെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രഭാഷണം നിർത്തി അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. എന്താ പോവാത്തത്? അല്ല, ഒന്നുമില്ലേ. എന്ത്? അല്ല, ദക്ഷിണ ഒന്നുമില്ലേ. എന്ത് ദക്ഷിണയുടെ? എല്ലാം സങ്കല്പം. പ്രഭാഷകൻ സങ്കല്പം, പ്രഭാഷണം സങ്കല്പം, കേട്ടവർ സങ്കല്പം, സംഘാടകർ സങ്കല്പം, നോട്ട് സങ്കല്പം, എല്ലാം സങ്കല്പം. പോയിക്കോളൂ. അത് പറ്റില്ല, എന്നാൽ ഇതും പറ്റില്ല.
എന്നാൽ ശിവൻ സങ്കല്പമല്ല, ഭഗവാനാണ്. ശിവനായാലും വിഷ്ണു ആയാലും ദേവി ആയാലും ഒന്ന് തന്നെയാണ്. അവരൊക്കെ അനുഗ്രഹ കലയോടുകൂടി വർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ കേദാർനാഥ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭീമനുമായി ബന്ധപ്പെട്ടതല്ലേ? അങ്ങനെയെങ്കിലെന്ന് ചിദാനന്ദപുരി സ്വാമിയോട് ചോദിക്കണതിനാ? സങ്കല്പമെന്ന് പറഞ്ഞവരോട് ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണത്? അത് പറഞ്ഞവരോട് ചോദിക്കുക. വേറെ ആരെങ്കിലും പറഞ്ഞത് നമ്മൾ തിരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ടോ? എന്തൊരു കഷ്ടം അത്. അങ്ങനെയെങ്കിൽ എന്നായതുകൊണ്ട് ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. ഹിമാലയൻ യാത്രികരുടെ അനുഭവക്കുറിപ്പിൽ ശിവഭഗവാനുമായി ബന്ധപ്പെടുത്തി പല കഥകളും പറയുന്നു. മാനസ സരോവറിലും കൈലാസത്തിലും നേരിട്ട് അനുഭവപ്പെട്ടതായി പല അത്ഭുതങ്ങളും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ശിവൻ്റെ അനുഭവത്തിന് മാനസ സരോവറിലും പോണ്ട, കൈലാസത്തിലും പോണ്ട, ഈ കോഴിക്കോട് മതി, അവനവൻ്റെ വീട്ടിൽ മതി, അവനവൻ്റെ ഗ്രാമത്തിൽ മതി. അവനവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ഭഗവത് നാമം ജപിക്കാമെങ്കിൽ, അവനവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ഭഗവത് അർപ്പണം ചെയ്യാമെങ്കിൽ കൈപിടിച്ച് നടത്തുന്നത് പോലെ നയിക്കപ്പെടും. ആ അനുഭവം ഉണ്ടാവാൻ ഒരു കൈലാസത്തിലും പോണ്ട, ഒരു മാനസരോവരിലും പോണ്ട. അവിടെ പോണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, അതൊക്കെ പോകണം, അത് വേറെ വിഷയം. പക്ഷെ ശിവാനുഭവം ഉണ്ടാവാൻ എവിടെയും പോണ്ട, ഇവിടെ തന്നെ മതി. ഇതവിടെ തന്നെ, വേറെ എവിടെയും വേണ്ട. ശ്രദ്ധിക്കുക. ഓം പർവ്വതവും അതുപോലെ ഒരു അത്ഭുതമല്ലേ? ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കരുതെന്ന് അറിയില്ല. ഇതിനെല്ലാം വിശദമായി സ്വാമിജി മറുപടി തരുമല്ലോ. ഇതിനിപ്പോൾ എന്താ ഇപ്പോൾ വിശദമായി പറയാനുള്ളത്? ഒന്നുമില്ല. ശ്രദ്ധയോടുകൂടി ജപിക്കുക, ശ്രദ്ധയോടുകൂടി വിചാരം ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, നാമം ജപിക്കുക, മന്ത്രം ജപിക്കുക, സ്വയം അനുഭവിക്കുക. അത്രയേ ഉള്ളൂ, എവിടെയും പോണ്ട. പിഴവുകളോ വിവരക്കേടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒരു പ്രശ്നവുമില്ല. പിഴവ് ആർക്കും സംഭവിക്കും, ആരും പൂർണ്ണരും അല്ല. പിന്നെന്താ പ്രശ്നം? ഏതാണ്ട് 10-15 വർഷം മുമ്പ് വരെ 1ാം ക്ലാസ് മുതൽക്ക് മലയാളം പഠിപ്പിക്കുമ്പോൾ കൃഷ്ണഗാഥ, മണിപ്രവാളം, പൂന്താനം കൃതികൾ മുതലായവയിൽ നിന്നുള്ള പദ്യഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു 5 പാഠം കഴിഞ്ഞാൽ ഒരു പദ്യം ഉണ്ടാവും. അതിൽ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, നമ്പ്യാർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മണിപ്രവാളം എല്ലാം ഉണ്ടാവും, പൂന്താനം കൃതികൾ. ഇവയിലെ അർത്ഥങ്ങളും വ്യാകരണങ്ങളും പര്യായങ്ങളുമെല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ 10ാം തരം കഴിയുമ്പോഴേക്ക് വിദ്യാർത്ഥി ഭാഷാപരമായി സ്വന്തം കാര്യങ്ങൾക്ക് പ്രാപ്തനാകുമായിരുന്നു. എന്നാൽ എന്തിലും ഏതിലും ഹൈന്ദവ ഭീകരത കണ്ടെത്താൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന UDF LDF ഭരണാധികാരികൾ ഇവയെല്ലാം പാഠഭാഗങ്ങളിൽ നിന്നും ന്യൂനപക്ഷ പ്രീണന കാരണം എടുത്തു മാറ്റി കൂലി എഴുത്തുകാരുടെ പൊട്ടക്കവിതകളും മറ്റും തിരുകി മലയാള ഭാഷാ പഠനം വികലമാക്കി. പരമാർത്ഥം 100% ഈ എഴുതിയതിനോട് യോജിക്കുന്നു. എന്നിട്ട് കപടഭാഷാ പ്രേമം നടിച്ച് മലയാള ഭാഷ ഭരണ ബ്രാക്കറ്റിൽ മരണ ഭാഷയാക്കാൻ ശ്രമിക്കുന്നു. അതും ശരി തന്നെ. അങ്ങയുടെ പ്രഭാഷണം 100 കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്നു. ഏതെങ്കിലും കുറച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇതൊന്ന് ശ്രദ്ധിച്ച് മാതൃഭാഷയെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുന്നു. സ്വാമിജിയുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. മലയാളത്തിൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഗവൺമെൻറ് ജീവനക്കാരുണ്ട്. എന്താ ചെയ്യപ്പോൾ? എഴുതാനോ പറയാനറിയോ? പറയണത് തന്നെ ഈ ഓരോ ശബ്ദത്തെയും ഉച്ചരിക്കണത് സ്ഥാനപ്രയത്ന ദോഷങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഉച്ചാരണ വൈകല്യം കുറച്ചൊന്നുമല്ല, വളരെ വലുതാണ്. ഭാഷയിൽ നല്ലോണം ശ്രദ്ധിക്കണം. എന്നാൽ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കാതെ തരമില്ല. ഈ ഭാഷാപരമായ വൈകല്യം അഥവാ ഭാഷയിൽ നമ്മൾ താഴേക്ക് പോകുന്ന പ്രതിഭാസം, അതൊരു ദുരന്തമാണ്.
അത് മലയാളത്തെയോ സംസ്കൃതത്തെയോ ഹിന്ദിയെയോ മാത്രം സംബന്ധിച്ചുള്ളതല്ല. ഇന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ലോകത്തിൽ മൊത്തം ഭാഷാപരമായ പ്രാവീണ്യം കുറയുകയും സാങ്കേതിക പരിജ്ഞാനം കൂടുകയും ചെയ്യുന്നൊരു പ്രതിഭാസം കാണപ്പെടുന്നുണ്ട്. അത് ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്, എല്ലാ ഭാഷകളിലുണ്ട്, ലോകത്തെല്ലാ രാജ്യങ്ങളിലും കാണുന്നുണ്ടത്. ടെക്നിക്കൽ എബിലിറ്റി വർദ്ധിക്കുന്നു, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കുറയുന്നു. സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിക്കുന്നു, ഭാഷാ പ്രാവീണ്യം താഴുന്നു. വ്യാകരണ തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷുകാരുടെ എണ്ണം കുറവ് എന്ന അവസ്ഥയിലേക്കായിരിക്കുന്നു. ഇത് പറയുമ്പോൾ അതിശയോക്തിയാണെന്ന് ചിലർക്ക് തോന്നും. അല്ല, വ്യാകരണ തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷുകാരുടെ എണ്ണം കുറവാണ്. ബാക്കി പറയണ്ടല്ലോ. ഇത് വളരെ വലിയൊരു വിപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടി സുഖമായിട്ട് സ്മാർട്ട് ഫോണൊക്കെ കൈകാര്യം ചെയ്യും. ഒരു 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറൊക്കെ എന്ത് പരിപാടി വാങ്ങിച്ചാൽ അവരൊപ്പിക്കും. നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ 2 വയസ്സുള്ള മക്കളൊക്കെ ഈ സ്മാർട്ട് ഫോണുമായിട്ടും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കണത് കാണാറുണ്ട്. ഇങ്ങനെ നടക്കാൻ തന്നെ ശരിക്കായിട്ടില്ല. അത്തരം കുട്ടികളെടുത്ത് സ്മാർട്ട് ഫോൺ കൊടുത്തയക്കണത് അമ്മമാർക്ക് അച്ഛന്മാർക്കൊരു അഭിമാനമാണ്. അല്പം വിവരം ഉണ്ടെങ്കിൽ കൊടുത്തയക്കുകയോ? എന്തെല്ലാം റേഡിയേഷനുകളാണ് ഇന്ന് വരുന്നത്. അതിനെ താങ്ങാനുള്ള കെൽപ്പ് കുഞ്ഞിനുണ്ടോ? കുഞ്ഞിൻ്റെ കണ്ണിനുണ്ടോ? കുഞ്ഞിൻ്റെ തലയ്ക്കുണ്ടോ? നമ്മുടെ തലയോ പോയി, ഇനി അതിൻ്റെതെങ്കിലും കേട് വരുത്തണോ? അല്ലെങ്കിൽ അത്ര റേഡിയേഷൻ കുറഞ്ഞ സെറ്റ് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഏത് സെറ്റാപ്പോൾ റേഡിയേഷൻ കുറഞ്ഞുള്ളത്? ഐഫോൺ പറയണത് ഞങ്ങളുടേത് റേഡിയേഷൻ വളരെ കുറവാണെന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഐഫോണൊക്കെ വാങ്ങിക്കൊടുക്കും. ആരാ കൊടുക്കണ? ചിന്തിക്കുക, വളരെ ആലോചിച്ച് പ്രവർത്തിക്കുക. അത്ര മാരകങ്ങളായ റേഡിയേഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും വിഷയത്തിലേക്ക് വരാം. ടെക്നിക്കൽ എബിലിറ്റി കൂടുന്നുണ്ട്, ഭാഷാപരമായ പ്രാവീണ്യം കുറയുന്നുണ്ട്. ഭാഷാപരമായ പ്രാവീണ്യം കുറയുമ്പോൾ സംസ്കാരത്തിൽ നമ്മൾ താഴോട്ട് പോകും. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നിരീക്ഷിച്ച് വേണ്ട പരിവർത്തനം വരുത്താൻ നമുക്കാവുന്നത് ശ്രമിച്ചാൽ നല്ലത്. ഇത് കേവലം മലയാളത്തെക്കുറിച്ച് മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വിശദമായി പറഞ്ഞത്. ഇനി പ്രത്യേകിച്ചും നമ്മുടെ മാതൃഭാഷയായ മലയാളം, അതിൻ്റെ പോഷണത്തിന് വളരെ പിന്നിലാണ് നമ്മൾ. പൊതുവെ തമിഴ്നാട്ടിലുള്ളവർ ഏത് ലോകരാജ്യത്തിൽ എവിടെ പോയി താമസിക്കുകയാണെങ്കിലും വീട്ടിൽ തമിഴ് പറയും. കൊങ്ങിണി സംസാരിക്കുന്നവർ ലോകത്തിൽ ഏത് രാജ്യത്തായാലും കൊങ്ങിണി പറയും. ഹീബ്രു സംസാരിക്കുന്നവർ ലോകത്തിൽ ഏത് രാജ്യത്തായാലും വീട്ടിൽ ഹീബ്രു പറയും. കന്നഡ പറയും. തുളു പറയും. മലയാളി വേറെ രാജ്യത്ത് പോട്ടെ, അവനവൻ്റെ നാട്ടിൽ താമസിക്കുമ്പം നമ്മൾ എത്ര പേര് മലയാളം നല്ലേ പറയുന്നുണ്ട്. ചിന്തിക്കുക. ശങ്കരോ നരകായ ഇവ, ശങ്കരൻ നരകത്തിനായിക്കൊണ്ടേ തീരൂ എന്നുള്ള മട്ടിലാണ് മിക്കവാറും നമ്മുടെ ഭാഷാപ്രയോഗം. നമ്മുടെ പുരാണങ്ങളിലൊന്നും ദിനോസറുകളെ പറ്റി പറഞ്ഞു കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ദിനോസറുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാരാ നിശ്ചയിച്ച്? ഭീമാകാരങ്ങളായ പല ജന്തുക്കളെക്കുറിച്ചും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഭീമാകാര ശരീരമുള്ള ജന്തുക്കളെക്കുറിച്ച് ഇതിഹാസങ്ങളിൽ പറയുന്നുണ്ട്. അതെന്തായിരുന്നു എന്ന് അതിനിപ്പോൾ പേര് ദിനോസോർ എന്നുള്ള പേര് വേണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭീമാകാര ശരീരമുള്ള ജന്തുക്കൾ പരാമർശങ്ങളുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞേക്കരുത്.
പിന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുരാണങ്ങളൊക്കെ വായിച്ചുവോ? ഞാൻ വായിച്ചിട്ടില്ല. സത്യം നിങ്ങളുടെ മുമ്പ് തുറന്ന് പറയാം, ഞാൻ 18 പുരാണം വായിച്ചിട്ടില്ല. കുറേ പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ 18 പുരാണം ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ മുഴുവനൊന്ന് വായിച്ചിട്ടൊക്കെ വേണ്ടേ പറയുക? മനുഷ്യരുടെ തലച്ചോറിൽ മാത്രമുള്ളതല്ലേ ദൈവം? ഭഗവാനെ, ദൈവത്തിലുള്ളതല്ലേ മനുഷ്യൻ്റെ തലച്ചോറ് എന്നാണ് ഞാൻ ചിന്തിക്കണത്. മനുഷ്യൻ്റെ തലച്ചോറിലല്ല ദൈവം, ദൈവത്തിലാണ് മനുഷ്യൻ്റെ തലച്ചോറ്. മനുഷ്യൻ്റെ തലച്ചോറല്ല എല്ലാം. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാറ്റിലും അനുസ്യൂതമായിരിക്കുന്ന യാതൊരു ഉണ്മയുണ്ടോ ആ ഉണ്മയാണ് ദൈവം. തദ്ഭിന്നമായിട്ടൊന്നില്ല. ശ്രദ്ധിക്കുക. അതിൻ്റെ തന്നെ മറ്റൊരു ഭാഷയാണ്, മനുഷ്യ മനഃശക്തി തന്നെയല്ലേ ദൈവശക്തി? അല്ല, മനഃശക്തിക്കും എത്രയോ ഉപരിയാണ് പരമ സത്യസ്വരൂപം. സ്വാമിജി കർമ്മഫലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന പല കഷ്ടതകളുടെയും കാരണം കർമ്മഫലം എന്നാണ് പറഞ്ഞത്, അഥവാ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഡൽഹിയിൽ കൊല്ലപ്പെട്ട നിർഭയയും പാലക്കാട്ടെ സൗമ്യയും അവരുടെ കർമ്മഫലം അനുഭവിച്ചു എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ സാധ്യമാണോ? അങ്ങനെ കൈയൊഴിയണമെന്ന് ഏതെങ്കിലും ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വന്നു ചേരുന്നത് കർമ്മഫലമാണ് എന്ന് പറയുമ്പോൾ അതിലെ ഗുണദോഷ വിചാരം ചെയ്യേണ്ടെന്നോ ദോഷത്തെ തിരുത്താൻ നിയമ നടപടികൾ വേണ്ടെന്നോ ഗുണത്തെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാമൂഹിക സംവിധാനങ്ങൾ വേണ്ടെന്നോ ഏതെങ്കിലും ആചാര്യൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കർമ്മഫലമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ കർമ്മഫലത്തെ സംബന്ധിക്കുന്ന ഗുണദോഷ വിചാരം ചെയ്യാനും അവ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് അനുഗുണമാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും വിപരീതമാകുമ്പോൾ നിരസിക്കാനും നിരാകരിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള നിയമങ്ങളും സംവിധാനക്രമങ്ങളും സമൂഹത്തിലുണ്ടായിരിക്കണം. ശ്രദ്ധിക്കുക. എൻ്റെ പ്രസൻറ്റ് നിർണയിക്കുന്നതിൽ കർമ്മഫലമാണ് പ്രാധാന്യം അർഹിക്കുന്നതെങ്കിൽ ഞാൻ കേവലം ഒരു ഇമേജ് പോലെ ആവില്ലേ? എന്തെന്നാൽ എൻ്റെ കർമ്മഫലമാണ് എന്നെ നയിക്കുന്നത്. ഇവിടെയാണ് ചെറിയൊരു തിരുത്തി ചിന്തിച്ചു നോക്കൂ. എൻ്റെ കർമ്മഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്നതുകൊണ്ട് ഒന്ന്, ഇന്നത്തെ വർത്തമാന സന്ദർഭത്തിൽ എനിക്ക് മറ്റാരെയും പഴിക്കാനില്ല. രണ്ട്, നല്ലൊരു നാളെയിലേക്ക് ഉയരാൻ ഇന്ന് ഞാൻ കഠിനമായി അധ്വാനിക്കണം. എനിക്ക് അലസനായി മന്ദനായി മടിയനായി ഇരിക്കാൻ വകുപ്പില്ല. കാരണം എൻ്റെ ഭാവിയെ നിർമ്മിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പ്രായോഗിക തലത്തിൽ കർമ്മകുശലനാക്കുന്ന, കൂടുതൽ ശക്തിയുക്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സിദ്ധാന്തമാണ് കർമ്മ സിദ്ധാന്തം. അതിനെ വികലമായിട്ട് നമ്മൾ ധരിക്കരുത്. എല്ലാം കർമ്മഫലമാണ്, അതുകൊണ്ട് മിണ്ടാണ്ട് എവിടെയെങ്കിലും ഇരുന്നോളൂ എന്നല്ല. എല്ലാം കർമ്മഫലമാണ്, അതുകൊണ്ട് കൂടുതൽ നന്മയിലേക്ക് പ്രവർത്തിക്കൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് പരമാവധി സത്കർമ്മങ്ങൾ ചെയ്യുക, പരമാവധി സദ്വിചാരങ്ങൾ ചെയ്യുക, പരമാവധി സത്സംഗങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമൊക്കെ കണക്ക് കൂട്ടി ഇംപ്രിൻ്റ് ചെയ്യാൻ ആരാണ് ഉള്ളത്? കഴിഞ്ഞ ജന്മാടെ നിൽക്കട്ടെ, ഇപ്പം എന്താ സംഭവിക്കണമെന്ന് നോക്കുക. ഇപ്പോൾ
നമ്മൾ നമ്മുടെ ഏതെങ്കിലും കരണത്തെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്താൽ, അത് വാക്കുകൊണ്ടാകട്ടെ മനസ്സുകൊണ്ടാകട്ടെ സ്ഥൂല ശരീരത്തെ കൊണ്ടാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ അന്ധകരണത്തിൽ, ചിത്തത്തിൽ സംസ്കാരം സ്വരൂപിക്കപ്പെടുന്നുണ്ട്. അതത് സമയത്ത് അത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതത് സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ സംസ്കാരം അന്തഃകരണത്തിലെ ചിത്തത്തിൽ വാസനയായിട്ട് പരിണമിക്കും. ആ വാസനയാൽ പ്രേരിതരായിട്ട് നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരും. ആ കർമ്മത്തിന് സംസ്കാരം ഉണ്ടാവും, വാസന ഉണ്ടാവും. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇന്നലത്തെ ഞാനാണ് കാരണം, നാളെയിലെ എൻ്റെ അവസ്ഥയെ നിർമ്മിക്കുന്നത് ഇന്നത്തെ ഞാനാണ്. അപ്പോൾ എവിടെയാണിത് ശേഖരിക്കപ്പെടുന്നത്, ഇത് രേഖപ്പെടുത്തപ്പെടുന്നത്? ഇത് രേഖപ്പെടുത്തപ്പെടുന്നത് ചിത്തത്തിലാണ്. അതത് സമയത്ത് നടക്കുന്ന പ്രക്രിയയാണ്. ഒരിക്കലും ഉപമകളോ ദൃഷ്ടാന്തങ്ങളോ പൂർണ്ണമല്ല. അറിഞ്ഞുകൊണ്ട് പറയട്ടെ, ആവർത്തിക്കുന്നു, ഉപമകളോ ദൃഷ്ടാന്തങ്ങളോ പൂർണ്ണമല്ല എന്നറിഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് അവിടെ എത്താൻ വേണ്ടിയായിരിക്കും. എന്നാൽ അവിടെ എത്താൻ വേണ്ടി ഞാൻ നടക്കുന്ന സമയത്ത് ഓരോ കാൽവെപ്പിലും കാൽപ്പാട് പതിയുന്നുണ്ട്. ഓരോ കാൽവെപ്പിലും കാൽപ്പാട് പതിയുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് പറയരുത്. അത് തിരിച്ചറിയുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചിന്തിക്കുക. നമ്മുടെ കാൽപ്പാടുകൾ പതിഞ്ഞതൊക്കെ മണത്തറിയാൻ കെൽപ്പുണ്ട് പട്ടികൾക്കും മറ്റും. അവർക്കതിനുള്ള ശക്തിയുണ്ട്. അത് സ്വാഭാവികമായി ഇതുപോലെ നമ്മൾ ഏതൊരു കാരണത്തെ കൊണ്ട് ഏതൊരു വ്യാപാരം ചെയ്താലും ആ സമയത്ത് സംസ്കാരം ഉള്ളിൽ ശേഖരിക്കപ്പെടുന്നുണ്ട്. ഇത് ചിത്തത്തിലാണ് ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരാണ് ഇംപ്രിൻ്റ് ചെയ്യാനുള്ളത്? ഞാൻ ഉള്ളത് കൊണ്ട് ചിത്തം അത് സ്വാഭാവികമായി ഇംപ്രിൻ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് അത് അവിടുത്തെ പണി. അതിലൊന്നും യാതൊരു നീക്കുപോക്കും ഇല്ല, ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. കൃത്യമായി നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ യുക്തി. മുകളിൽ ആരും ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവില്ലല്ലോ. മുകളിലല്ല. മുകളിൽ ആരാ ഉള്ളത്? മുകളിലൊരാളുണ്ടെന്ന് ആലോചിക്കണം. ആര്? എനിക്കറിയില്ല. മുകളിലും താഴെയൊന്നും അല്ല ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥയാണത്, സംസ്കാരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ സംസ്കാരങ്ങൾ അതിസൂക്ഷ്മമായിട്ടാണ് ശേഖരിക്കപ്പെടുന്നത്. അതിസൂക്ഷ്മമായിട്ട്. ലക്ഷക്കണക്കിന് പേജുകളുള്ള ഒരു പുസ്തകം ഒരു സൂചിയുടെ അഗ്രഭാഗത്തിൻ്റെ അത്ര പോലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശേഖരിക്കാൻ ഇന്ന് കഴിയും. പണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ? ഇങ്ങനെയാണ് സംസ്കാരങ്ങൾ ശേഖരിക്കണത്. ഇനിയും അങ്ങോട്ട് ടെക്നോളജി മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ ഒരു സൂചിയുടെ അഗ്രഭാഗത്തിൻ്റെ അത്ര വലുപ്പമുള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് പേജുള്ള പുസ്തകങ്ങൾ സ്വരൂപിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ അതും ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് സംസ്കാരങ്ങൾ ശേഖരിക്കണത്, എടുത്തു കൊണ്ടുപോണത്. അതുകൊണ്ട് ഗീത വ്യക്തമായി പറയുന്നുണ്ട്, എപ്രകാരമാണോ പുഷ്പത്തിൽ നിന്ന് ഗന്ധം തുടങ്ങിയവയെ കാറ്റ് ആവഹിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ ഒരു ജീവൻ്റെ ദേഹഗതമായ, ദേഹഗതം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദേഹഗതമായ സംസ്കാരങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് ഈ പ്രാണൻ അടുത്തതിലേക്ക് സഞ്ചരിക്കും. പ്രാണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദാനനാട്ടുവോ, പ്രാണൻ്റെ ഉദാനവൃത്തി, ഈ ഉദാനവൃത്തി സഞ്ചരിക്കും.
ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ ഒരു സ്ഥൂല ശരീരത്തിൽ നിന്ന് മറ്റൊരു സ്ഥൂല ശരീരത്തിലേക്ക് സംസ്കാരങ്ങൾ പോകുന്നത്. പിന്നെ എങ്ങനെ കർമ്മഫലം അടുത്ത ജന്മത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു? ഇങ്ങനെയാ അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് ആചാര്യന്മാർ പറയുന്നത് ആവർത്തിക്കുന്നു. ഏതായാലും ഇവിടെ കിട്ടിയ സംശയങ്ങളുടെ കടലാസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 7 മിനിറ്റ് സമയം കൂടിയുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ആരുടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉടനെ അറിയുന്നതാണെങ്കിൽ പറയും. 7 മിനിറ്റ് സമയമുണ്ട്. ഈ 7 മിനിറ്റ് കൊണ്ട് പുതിയൊരു വിഷയം ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഹിന്ദു സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മഹാവിപത്ത് ആശ്രമത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ് കത്തെഴുതുന്നത്. 1. ഏകസന്താനം. അതും ഉണ്ടോ? അത് നേരത്തെ പറഞ്ഞതാ നമ്മൾ. അതും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോണത്. 2. ആർഭാടം ബ്രാക്കറ്റിൽ സ്വത്ത് വിറ്റ ആർഭാട കല്യാണം. അതിമാരകമായ വിഷയമാണ്, അതിമാരകമാണ്. ഈ 2 വിപത്ത് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വത്ത്, ജനസംഖ്യ എന്നിവയെ വളരെ ഗുരുതരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഹിന്ദു സമൂഹത്തെ ഉണർത്തണം. അതിനുവേണ്ടി ആശ്രമവും സ്വാമിജിയും മുന്നിട്ടിറങ്ങണം. കൂടെ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ആശ്രമത്തിനുണ്ടാകും. ഇവിടെ വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇന്നത്തെ ജനസംഖ്യയുടെ വ്യതിയാനം അപകടകരമായ രീതിയിലാണ് കേരളത്തിൽ വിശേഷിച്ചും. ഇത് ഹിന്ദുവിൻ്റെ മാത്രം വിഷയമല്ല, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വിഷയമാണ്. ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ വികാസ തോത് വളരെ വളരെ കുറവാണ്. എന്തോ രോഗമായിട്ടാണ് ഗർഭത്തെ കണക്കാക്കുന്നത്. ആ സ്ഥിതി മാറണം. ഒരു സ്ത്രീ ജന്മത്തിൻ്റെ സാഫല്യമായിട്ട്, സാർത്ഥകതയായിട്ട് ഗർഭത്തെയും സന്താനത്തെയും കാണാൻ സാധിക്കണം. ഇത് രോഗമാണ്. രോഗിയുടെ മനസ്സും വേറിയാണ് നടക്കുന്നത്. മാറിയേ മതിയാവും. ഇവിടെ സാമ്പത്തികമായ ഏത് സമൂഹമാണോ താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത മുഖ്യമാണ്. ഒരിക്കലും സ്വത്ത് വിറ്റ് നശിപ്പിക്കരുത്. ആർഭാടങ്ങളിൽ ഏർപ്പെട്ട് സ്വയം നശിക്കരുത്. നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നൊരു സമ്പ്രദായമുണ്ട്, ധർമ്മം അർത്ഥം കാമം എന്ന്. ധർമ്മത്തിനനുസരിച്ച് ധനം സമ്പാദിക്കുക, ആ ധനം അനുവദിക്കുന്ന അത്ര മാത്രം കാമിക്കുക. അതിലധികം കാമിച്ചാൽ കടക്കണിയിൽപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ച് കഠിന അധ്വാനം ചെയ്യുക, പരമാവധി പണം സമ്പാദിക്കുക, പരമാവധി പണം സമ്പാദിക്കുക. ഒരിക്കലും സ്വത്ത് വിറ്റ് നശിപ്പിക്കരുത്. നമ്മുടെ പൂർവികർ തന്ന സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക, വിൽക്കരുത്. ഇന്ന് വളരെ വലിയൊരു മഹാരോഗം കാണപ്പെടുന്നുണ്ട്. ഗ്രാമങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും വളരെ വ്യാപ്തിയുള്ള സ്ഥലങ്ങൾ ഒക്കെ വിറ്റ് നശിപ്പിച്ച് ഒരു സംഖ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഫ്ലാറ്റുകളിൽ ആകാശത്തിൽ കയറി പറ്റുക. എപ്പോഴാ പൊളിക്കാന്നറിയില്ല, എപ്പോഴാ പൊളിയാന്നറിയില്ല. അപ്പോൾ പൊതുവേ പറഞ്ഞു കേൾക്കാറ് സ്വാമി വളരെ സെക്യൂരിറ്റി ആണെന്നാണ്, സേഫാണെന്നാണ്. എന്ത് സെക്യൂരിറ്റി? മറ്റത് 100 വീട് നശിപ്പിക്കണമെങ്കിൽ 100 ബോംബ് വേണമെങ്കിൽ 10, 100, 200 ഫ്ലാറ്റുകളുള്ള വലിയൊരു അപ്പാർട്ട്മെൻറ്റ് തകർക്കാൻ 2 ബോംബ് മതി. അതിൻ്റെ പില്ലറിനങ്ങ് വെച്ച് കൊടുത്താൽ ഒന്നായിട്ട് പൊളിഞ്ഞു പോകണം. മറ്റൊന്നുമില്ലെങ്കിൽ ശാപ്പാട് കഴിക്കാൻ വകയില്ലെങ്കിൽ ഒന്ന് മുറുക്കി കൊടുത്തിട്ട് മേപ്പെട്ട് നോക്കി കിടക്കായിരുന്നു പറമ്പിൽ. ഇത് അതുമില്ല. മേപ്പെട്ട് നോക്കിയാൽ കോൺക്രീറ്റ്, കീഴ്പ്പെട്ട് നോക്കിയാൽ കോൺക്രീറ്റ്, സൈഡിലേക്ക് നോക്കിയാൽ കോൺക്രീറ്റ്.
കുട്ടികളുടെ കണ്ണിനൊക്കെ സൂക്കട, ചെറുപ്പം തൊട്ട് പച്ചപ്പ് കാണാഞ്ഞിട്ട്, നീല കാണാഞ്ഞിട്ട്. ചിന്തിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വത്ത് വിറ്റ് നശിപ്പിക്കരുതേ. അപ്പോൾ ഒരു മുത്തശ്ശി ചോദിച്ചു, സ്വാമിജി ഇതൊക്കെ വല്ല മരിക്കുമ്പം കൊണ്ടുപോവുക? കൊണ്ടുപോവാനല്ല അമ്മ, കൊടുത്തു പോവാനാ എന്ന് പറഞ്ഞു. കൊടുത്തു പോവുക, ഇതൊരു സുഖമുണ്ട് കൊടുത്തു പോയാൽ. അപ്പം അതുകൊണ്ട് ആർഭാടങ്ങൾ ഒഴിവാക്കുക. ആവശ്യത്തിനൊക്കെ വേണം, അനാവശ്യമായിട്ടൊന്നും പാടില്ല. ഇത് കേവലം വിവാഹങ്ങളിൽ മാത്രമല്ല, ക്ഷേത്ര ഉത്സവങ്ങളിൽ, മറ്റ് ചടങ്ങുകളിൽ ഒക്കെ തന്നെ നമുക്ക് ധൂർത്ത് പാടില്ല. പരമാവധി പൈസ ആവശ്യത്തിന് മാത്രം ചെലവഴിച്ച് സമാഹരിച്ച് സമ്പന്നമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുക. കഠിന അധ്വാനം ചെയ്യണം. അലസന്മാരായി ഒരു നിമിഷം ഇരിക്കരുത്. നല്ലോണം പണിയെടുക്കുക, നല്ലോണം പണം സമ്പാദിക്കുക. സമാജം 4 സകാരങ്ങളെ ശ്രദ്ധയോടെ ഉപാസിക്കുക: സമ്പത്ത്, സന്താനം, സംസ്കാരം, സംഘടന. സമ്പത്ത്, സന്താനം, സംസ്കാരം, സംഘടന. ഈ 4 സകാരങ്ങളെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുക എന്ന് മാത്രം പറയുന്നു. ഇതിൻ്റെ വിശദീകരണം ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഏതായാലും തൽക്കാലം ഉപസംഹരിക്കുന്നു. തുടർന്ന് നാളെ കൃത്യസമയത്തിന് നമുക്ക് ഒത്തുചേർന്ന് തുടരാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം